ഹായ് വെൽക്കം ടു എജുവേൾഡ് ക്ലാസ്സസ്. നമ്മളിന്ന് ഹോം സയൻസ് സബ്ജക്റ്റിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫാറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ്, ഫാറ്റ് ആൻഡ് ലിപ്പിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, സോഴ്സ്, ഫങ്ഷൻസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസ്. സോ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ആദ്യം എന്താണ് ഫാറ്റ്സ് എന്ന് നോക്കാം. ഫാറ്റ്സ് ആർ ഓൾസോ കോൾഡ് ഫാറ്റി ആസിഡ്സ് ഓർ ലിപ്പിഡ്സ്. ഫാറ്റ്സിനെ ഫാറ്റി ആസിഡ്സ് എന്നും ലിപ്പിഡ്സ് എന്നും പറയും. ഫാറ്റ്സ് ഇൻ അവർ ബോഡി ആർ മെയ്ഡ് അപ്പ് ഓഫ് 3 molecules joined together. This 3-molecule structure is called triglyceride. Also, fat are substances that help the body absorb vitamins like A, D, E, K. It also keep the skin healthy. They are also the main way to store energy in our body. So, ഫാറ്റ്സിനെ ഫാറ്റി ആസിഡ്സ് എന്നും ലിപ്പിഡ്സ് എന്നും വിളിക്കും. അതുപോലെ തന്നെ ഈ ഫാറ്റി ആസിഡ്സ് ആണ് ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ഫാറ്റ് എന്ന് പറയുന്നത്. ഈ ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ലിപ്പിഡ്സ് ഫോം ചെയ്തിട്ടാണ് ഒരു ഫാറ്റ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. ഇനി ഫാറ്റ് എന്ന് പറയുന്നത് 3 മോളിക്യൂൾസ് ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത്. ഇനി ഫാറ്റ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വിറ്റമിൻസിനെ എല്ലാം അബ്സോർപ്ഷന് സഹായിക്കും. അതായത് ഫാറ്റ് സോലുബിൾ വിറ്റമിൻസ് ആയിട്ടുള്ള AD, EK, അഡക്ക് എന്ന് പറയും. സോ അതിനൊക്കെ സഹായിക്കും. അതുപോലെ സ്കിന്നിൻ്റെ ഹെൽത്തിന് സഹായിക്കും. അതുപോലെ എനർജി സ്റ്റോർ ചെയ്യാൻ, ഫാറ്റ് രൂപത്തിൽ എനർജി സ്റ്റോർ ചെയ്യാൻ സഹായിക്കും. ഇനി ഒരു ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസ് കൺസിസ്റ്റ് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ള അടങ്ങിയിട്ടുള്ള നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. സോ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഇൻസോലബിൾ ഇൻ വാട്ടറിൽ എന്ത് ചെയ്യത്തില്ല, ലയിക്കത്തില്ല, ഇൻസോലബിൾ ആണ്. പക്ഷേ സോലബിൾ ആവുന്നത് ഓർഗാനിക് സോൾവൻസ് ആയിട്ടുള്ള ഈതർ, ക്ലോറോഫോം, ബെൻസീൻ ആൻഡ് അസറ്റോ. സോ ഇങ്ങനെയുള്ള ഓർഗാനിക് സോൾവൻസിൽ അതെന്താണ്, സോലബിൾ ആണ്. സോ ഇതിനെയാണ് നമ്മൾ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അവർ വാട്ടറിൽ ഇൻസോലബിൾ ആയിരിക്കും. സോലബിൾ ആവുന്നത് ഓർഗാനിക് സോൾവൻസ് ആയിട്ടുള്ള ഈതർ, ക്ലോറോഫോം, ബെൻസിൻ ആൻഡ് അസറ്റോണിൽ സോളബിൾ ആയിരിക്കും. സോ നമ്മൾ ട്രൈഗ്ലിസറൈഡ്സ് പറഞ്ഞായിരുന്നു. സോ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് ഫാറ്റിൻ്റെ 3 മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത്. ഈ ഫാറ്റിൻ്റെ കെമിക്കൽ നെയിമിനെ പറയുന്ന പേരാണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന്. സോ കെമിക്കലി ഫാറ്റ്സിന് അറിയപ്പെടുന്നതാണ് ട്രൈഗ്ലിസറൈഡ്സ്. സോ അത് 3 മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ട്രൈഗ്ലിസറൈഡ്സ് ആർ ദ പ്രൈമറി ഫോം ഓഫ് ഫാറ്റ് ഇൻ ഫുഡ്. നമുക്ക് കഴിക്കുന്ന ഫുഡിലെ പ്രൈമറി ഫാറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡ്സ് രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്. അതായത് 3 മോളിക്യൂൾസ് ആയിട്ടായിരിക്കും. കമ്പൈൻ വിത്ത് ഗ്ലിസറോൾ ടു സപ്ലൈ എനർജി ടു ദ ബോഡി. ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലിസറോളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രൈഗ്ലിസറൈഡ് അലോ ഫാറ്റ് സോലബിൾ വിറ്റമിൻസ് ടു ബി ട്രാൻസ്പോർട്ട്. അതുപോലെ ഫാറ്റ് സോലബിൾ വിറ്റമിൻസിൻ്റെ ട്രാൻസ്പോർട്ടിന് സഹായിക്കും. എൻഡ് അപ്പ് ഫോമിങ് ഇൻ ടു അഡിപ്പോസ് ടിഷ്യൂ ദാറ്റ് പ്രൊട്ടക്ട്സ് ദ ബോഡി. അതുപോലെ തന്നെ ഒരു മേജർ ഫാറ്റിൻ്റെ ഫംഗ്ഷനാണ് അഡിപ്പോസ് ടിഷ്യൂ. നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലായിട്ട് അഡിപ്പോസ് ടിഷ്യൂ, അത് നമ്മുടെ ബോഡി അതുപോലെ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ അഡിപ്പോസ് ടിഷ്യൂസ് ഫോം ചെയ്യും. സോ അതിന് സഹായിക്കുന്നതാണ് ട്രൈഗ്ലിസറൈഡ്സ്. സോ ഇനി ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് കഴിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് 9 കിലോ കാലറിയാണ്. നമ്മളതിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സും 4 കിലോ കാലറി പെർ ഗ്രാം ആകുമ്പോഴത്തേക്ക് ഫാറ്റിൻ്റെ 1 ഗ്രാമിൽ നിന്ന് നമുക്ക് 9 കിലോ കാലറീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇത് AD, EK, ഫാറ്റ് സോലബിൾ ആയിട്ടുള്ള വിറ്റമിൻസ് AD, EK ആണ്. ഈ ഇൻസുലേഷൻ, നമ്മുടെ ബോഡിയുടെ ഇൻറ്റേർണൽ ഓർഗൻസിൽ അഡിപ്പോസ് ടിഷ്യൂസ് വന്ന് ഫോം ചെയ്ത് ഇൻറ്റേർണൽ ഓർഗൻസിന് എന്ത് ചെയ്യും, ഇൻസുലേഷൻ നടത്തുക എന്നുള്ളതാണ് പ്രൈമറി ഫങ്ഷൻ ഓഫ് ഫാറ്റ് എന്ന് പറയുന്നത്. സോ ഇനി ഇതിൽ തന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻസ് പറയും. ഇതിൽ ട്രാൻസ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മൾ അഡീഷണൽ കോമൺ നാച്ചുറലി ഒക്കറിങ് അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡീഷണൽ ആയിട്ട് ഫാറ്റിൻ്റെ മോളിക്യൂൾസിൽ ഹൈഡ്രജന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ അതുവഴി മേക്ക് ചെയ്യുന്ന ഫാറ്റി ആസിഡ്സിനെയാണ് നമ്മൾ ട്രാൻസ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. സോ ഈ ട്രാൻസ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഹെൽത്തിന് അത്ര ബെനിഫിറ്റ് ഉള്ള കാര്യമല്ല ട്രാൻസ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. ഇനി പ്രൊഡ്യൂസ്ഡ് ബൈ ആഡിങ് H ആറ്റം ടു എ ലിക്വിഡ് ഫാറ്റ് മേക്കിംഗ് ഇറ്റ് സോളിഡ്. സോ ലിക്വിഡായിട്ടിരിക്കുന്ന ഫാറ്റ് കണ്ടൻറ്റിന് ലിക്വിഡായിട്ടിരിക്കുന്ന ഇത് ഒബ്ജക്റ്റിൽ എന്ത് ചെയ്യും, ഹൈഡ്രജൻ ആഡ് ചെയ്യും. അതിന് നമ്മൾ ഹൈഡ്രോജനേഷൻ പ്രോസസ്സ് എന്ന് പറയും. നമ്മൾ വനസ്പതിയൊക്കെ ഉണ്ടാക്കുന്ന പ്രോസസ്സ്. സോ അത് ഒരു ഹൈഡ്രോജനേഷനാണ്. സോ അപ്പം എന്താണ്, ലിക്വിഡായിട്ടിരിക്കുന്ന ഒരു ഓയിലിൽ പുറത്തോട്ട് എന്ത് ചെയ്യും, ഹൈഡ്രജൻ ആഡ് ചെയ്ത് അതിനൊരു സോളിഡ് ഫോമിലോട്ടാക്കി മാറ്റും. അല്ലെ ബട്ടറൊക്കെ ഇരിക്കുന്ന ഒരു ഫോമില്ലേ, അല്ലെങ്കിൽ വനസ്പതിയൊക്കെ ഇരിക്കുന്ന ആ ഒരു ഫോമിലോട്ട്, സോളിഡ് ഫോമിലോട്ട് മാറ്റും. സോ അങ്ങനെ കിട്ടുന്ന ഫാറ്റി ആസിഡ്സിനെയാണ് നമ്മൾ ട്രാൻസ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്.
Like when H atoms are added to a liquid, it gets firm like butter or margarine. So hydrogen atoms ലിക്വിഡിലോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതെന്താ ലൂസായിട്ടിരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി മാറി അത് ഫേമായിട്ട് ഒരു ഹാർഡായിട്ട് മാറും. ബട്ടർ അല്ലെങ്കിൽ മാർഗറൈൻ പോലെ കട്ടിയായിട്ട് കിട്ടും. These are not good for health. ഇനി ഏതൊക്കെ ഫുഡുകളിലാണ് ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ഉള്ളതെന്ന് നോക്കാം. എക്സാമ്പിൾസ് ഓഫ് ഫുഡ് പ്രോഡക്റ്റ് വിച്ച് കണ്ടെയ്ൻ ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ഇൻക്ലൂഡ് മാർഗറൈൻ, വെജിറ്റബിൾ ഓയിൽ, അതുപോലെ ഫാസ്റ്റ് ഫുഡ്സിൽ പിസാസ്, ഡോണട്ട്, ഡെസേർട്ട്, പ്രിസർവേറ്റീവ്സ്. സോ പ്രിസർവ്ഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് ഫ്രൈഡ് ഫുഡ്സിലെല്ലാം ഫാസ്റ്റ് ഫുഡിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഫാറ്റി ആസിഡ്സ്, ട്രാൻസ് ഫാറ്റി ആസിഡ്സ് അഡീഷണലി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫാറ്റ് ബിലോങ് ടു എ ലാർജർ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് കോൾഡ് ലിപ്പിഡ്സ്. ഫാറ്റ്സ് അടങ്ങുന്ന ഒരു ലാർജർ ഗ്രൂപ്പ് കോമ്പൗണ്ട്സിൻ്റെ മൊത്തത്തിൽ അറിയപ്പെടുന്നതാണ് ലിപ്പിഡ്സ് എന്ന്. വിച്ച് ഇൻക്ലൂഡ് ബോത്ത് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആൻഡ് കൊളസ്ട്രോൾ. സോ ലിപ്പിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ എല്ലാം ഉൾപ്പെടുന്നുണ്ട് അല്ലേ? ഫാറ്റ്സ്, ഓയിൽ, കൊളസ്ട്രോൾ. സോ ഇങ്ങനെ എല്ലാം വരുന്നതിനെയാണ് നമ്മൾ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ഇനി ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഫാറ്റിൻ്റെ അല്ലെങ്കിൽ ലിപ്പിഡിൻ്റെ കെമിക്കൽ നെയിമിനാണ് നമ്മൾ പറയുന്നത്. ലിപ്പിഡ്സ് ആർ ഫൗണ്ട് ഇൻ ഫുഡ്സ് ഇൻ ദ ഫോം ഓഫ് ഫാറ്റി ആസിഡ്സ്. സോ ലിപ്പിഡ്സ് ഫാറ്റി ആസിഡ്സ് രൂപത്തിലാണ് ഇരിക്കുന്നത്. ഫാറ്റി ആസിഡ്സ് കമ്പൈൻ ചെയ്താണ് ലിപ്പിഡ് ആവുന്നത് അല്ലെങ്കിൽ ഫാറ്റായിട്ട് മാറുന്നത്. ഇനി ക്ലാസിഫിക്കേഷനാണ് നമ്മളിതിൽ ഓൺ ദ ബേസിസ് ഓഫ് കെമിക്കൽ കമ്പോസിഷൻ. ലിപ്പിഡിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ അനുസരിച്ച് ഇതിനെ മെയിനായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. സിമ്പിൾ ലിപ്പിഡ്സ്, കോമ്പൗണ്ട് ലിപ്പിഡ്സ്, ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. സിമ്പിൾ ലിപ്പിഡ്സ് ഇതിൽ തന്നെ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ്, അതിൽ ഫാറ്റ്, വാക്സസ് ഒക്കെ വരുന്നുണ്ട്. കോമ്പൗണ്ട് ലിപ്പിഡ്സ് ഈസ്റ്റർ ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ആൽക്കഹോൾ കണ്ടെയ്ൻ അതർ ഗ്രൂപ്പ് ഓൾസോ. ഡിറൈവ്ഡ് ആകുമ്പോഴത്തേക്ക് കമ്പോസ്റ്റ് ഓഫ് നമുക്ക് പറയാം. സോ സിമ്പിൾ ലിപ്പിഡ്സ് ആർ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. ദേ ആർ ഓൾസോ കോൾഡ് ആസ് ന്യൂട്രൽ ഫാറ്റ് ഓർ ട്രൈഗ്ലിസറൈഡ്സ്. ദിസ് ന്യൂട്രൽ ഫാറ്റ്സ് മേക്ക് അപ്പ് 98 or 99% ഓഫ് ഫുഡ് ആൻഡ് ബോഡി ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. സോ സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ്സും ഗ്ലിസറോൾസും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോൾസിൻ്റെ സ്ട്രക്ചറിനെയാണ് നമ്മൾ പറയുന്നത് സിമ്പിൾ ലിപ്പിഡ്സ് എന്ന്. അതുപോലെ ന്യൂട്രൽ ഫാറ്റ്സ് എന്ന് അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് അറിയപ്പെടുന്നതും സിമ്പിൾ ലിപ്പിഡ്സിനെയാണ്. നമ്മൾ ട്രൈഗ്ലിസറൈഡ്സ് പറഞ്ഞല്ലേ, 3 മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ട്രൈഗ്ലിസറൈഡ്സ്. സോ അതുപോലെ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും കൂടെ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ലിപ്പിഡ്സിനെ നമ്മൾ പറയുന്നത് സിമ്പിൾ ലിപ്പിഡ്സ് എന്ന്. സോ ഇത് ന്യൂട്രൽ ഫാറ്റ്സ് എന്ന് പറയും. നമ്മുടെ ബോഡി അല്ലെങ്കിൽ ഫുഡിൽ നിന്ന് കിട്ടുന്ന ഫാറ്റ്സ്, ഓയിൽസ് എല്ലാം എന്താണ്? സിമ്പിൾ ലിപ്പിഡ്സ് ആണ്. Next is waxes. A wax is a simple lipid which is an ester of fatty acids and long chain aliphatic alcohols. The alcohol may contain 12 to 32 carbon atoms. Waxes are found in nature as coating on leaves and stems. The wax prevent the plant from losing excessive amount of water. So wax എന്ന് പറയുന്നത് സിമ്പിൾ ലിപ്പിഡ്സ് ആണ്. ഇതിൽ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളിന് പകരം എന്താണ്? ലോങ് ചെയിൻ ആലിഫാറ്റിക് ആൽക്കഹോൾസിൻ്റെ ചെയിനും കൂടെ, ലോങ് ചെയിൻ ഓഫ് ആലിഫാറ്റിക് ആൽക്കഹോളും കൂടെ ചേർന്ന് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ വാക്സസ് എന്ന് പറയുന്നത്. ഇതിൽ 12 to 32 കാർബൺ ആറ്റംസ് ആണ് അടങ്ങിയിരിക്കുന്നത്, ആൽക്കഹോളിൻ്റെ ആറ്റംസ് ആണ് അടങ്ങിയിരിക്കുന്നത്. വാക്സസ് കൂടുതലും നമ്മുടെ ചെടികളുടെ പുറത്തും അതുപോലെ സ്റ്റെംസിലൊക്കെ ഒരു മെഴുക് പോലത്തെ ഒരു കോട്ടിങ്ങാണ്. സോ അതിനാണ് നമ്മൾ വാക്സസ് എന്ന് പറയുന്നത്. സോ ഇത് എന്തിനാന്ന് വെച്ചാൽ ചെടികളിലെ എക്സസീവ് വാട്ടർ ലോസിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വാക്സസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ലിപ്പിഡ്സ് കണ്ടെയ്ൻ ഇൻ അഡീഷൻ ടു ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ സം അതർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. സോ സിമ്പിൾ ലിപ്പിഡ്സ് അല്ലാതെ, സിമ്പിൾ ലിപ്പിഡ്സിലാകുമ്പോൾ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോൾസും മാത്രമേ കാണൂ. സോ ഇവിടെ കോമ്പൗണ്ട് ലിപ്പിഡ്സ് ആകുമ്പോഴത്തേക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് എന്താണ്? ഒരു ഓർഗാനിക് കോമ്പൗണ്ടും കൂടെ ആഡ് ചെയ്ത് വരുന്ന ലിപ്പിഡ്സിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ പ്ലസ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ പറയുന്നത് കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്നാണ്. സോ അതിന് ഉദാഹരണങ്ങളാണ് ഫോസ്ഫോലിപ്പിഡ്സ്. ദിസ് കണ്ടെയ്ൻ ഫോസ്ഫോറിക് ആസിഡ് ആൻഡ് എ നൈട്രോജനസ് ബേസ് ഇൻ അഡീഷൻ ടു ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. എക്സാമ്പിൾ ലെസിത്തിൻ ആൻഡ് സെഫാലിൻ. ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഒരു എന്താണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോളിൻ്റെയും കൂടെ ഫോസ്ഫറസിൻ്റെ ഒരു അഡീഷൻ കാണും. നൈട്രോജനസ് ബേസിൻ്റെ ഒരു അഡീഷനും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്നത്. സോ ഇതിന് ഉദാഹരണമാണ് ലെസിത്തിൻ എന്ന് പറയും. ലെസിത്തിനും അതുപോലെ സെഫാലിനുമാണ്. സോ ലെസിത്തിൻ ഇസ് എ ഫാറ്റി സബ്സ്റ്റൻസ് ഫൗണ്ട് ഇൻ പ്ലാന്റ് ആൻഡ് ആനിമൽ ഫുഡ്സ്. ഇറ്റ്സ് എ നാച്ചുറൽ എമൽസിഫയർ ദാറ്റ് ഹെൽപ്പ് ട്രാൻസ്പോർട്ട് ഫാറ്റ്സ് ഇൻ ദ ബ്ലഡ് സ്ട്രീം. ഇറ്റ് ഈസ് യൂസ്ഡ് കൊമേഴ്ഷ്യലി ടു മേക്ക് ഫുഡ് പ്രോഡക്ട്സ് സ്മൂത്ത്.
സോ ലെസിത്തിൻ എന്ന് പറയുന്നത് ഒരു ഫാറ്റി സബ്സ്റ്റൻസ് നമ്മുടെ ചെടികളിലും അതുപോലെ ആനിമൽ ഫുഡ്സ്, അതായത് മെയിനായിട്ടും സോയാബീൻസിലും എഗ്ഗിലും ഒക്കെ കൂടുതലായിട്ടും കാണപ്പെടുന്ന ഒരു ഫാറ്റി ആസിഡാണ്, ഫോസ്ഫോലിപ്പിഡാണ് ലെസിത്തിൻ എന്ന് പറയുന്നത്. ഇത് നാച്ചുറൽ ഒരു എമൽസിഫയർ ആണ്. എമൽസിഫയർ എന്ന് പറയുമ്പോഴത്തേക്ക് മിക്സ് ആവാത്ത രണ്ട് ഒബ്ജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, മിക്സ് ചെയ്ത്. സോ എമൽസിഫിക്കേഷൻ ഉദാഹരണമാണ് മയനൈസ് ഒക്കെ. സോ മയനൈസ് സിംഗിളായിട്ട് നോക്കുമ്പോൾ എന്താണ്, എഗ്ഗും വിനിഗറും ഓയിലും ആയിരിക്കും. സോ ഇതിനെന്ത് ചെയ്യും, നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് അതിനെ ഒന്നിച്ചൊരു എമൽഷൻ ഫോമിലോട്ട് ആക്കി മാറ്റുന്നു. സോ അപ്പം നാച്ചുറൽ ഒരു എമൽസിഫയർ ആണ് ലെസിത്തിൻ എന്ന് പറയുന്നത്. സോ ഇത് ട്രാൻസ്പോർട്ട് ഫാറ്റ്സ്, ബ്ലഡ് സ്ട്രീംസിലുള്ള ഫാറ്റ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ എമൽസിഫയർ ആണ് ലെസിത്തിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് കൊമേഴ്ഷ്യലി ടു മേക്ക് ഫുഡ് പ്രോഡക്ട്സ് സ്മൂത്ത്. സോ കൊമേഴ്ഷ്യലി നമ്മൾ ഈ ലെസിത്തിനെ ഫുഡ് പ്രോഡക്റ്റുകളിൽ യൂസ് ചെയ്യും. അതായത് ഫുഡ് പ്രോഡക്റ്റുകൾ സ്മൂത്ത് ആവാൻ വേണ്ടി മയനൈസിൽ ഉപയോഗിക്കും. സോ അതുപോലെ പല പ്രോഡക്റ്റുകളിലും എമൽസിഫയർ രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. സോ നമ്മൾ ഫുഡിൽ നമ്മൾ പറഞ്ഞല്ലോ എഗ്ഗിനെ യൂസ് ചെയ്യുന്നു. സോ എഗ്ഗ് മയനൈസിൽ യൂസ് ചെയ്യുന്ന എന്തായിട്ടാണ്, അത് ഒരു എമൽസിഫയർ ആയിട്ടാണ് എഗ്ഗിനെ യൂസ് ചെയ്യുന്നത്. സോ ലെസിത്തിൻ ഉള്ളത് കൊണ്ടാണ് അവിടെ എന്ത് കിട്ടുന്ന, ആ ഒരു എമൽസിഫിക്കേഷൻ എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ആ എഗ്ഗിനവിടെ കിട്ടുന്നത്. ഇനി ലെസിത്തിൻ എക്സാമ്പിൾസ് ആണ്. ലെസിത്തിൻ ഇസ് എ മിക്സ്ചർ ഓഫ് ഫാറ്റ്സ് ദാറ്റ് ആർ എസെൻഷ്യൽ ടു സെൽസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. It can be found in many foods including soya beans and egg yolks in diet. Lecithin is the main source of choline, a nutrient similar to B vitamins. Lecithin is converted into acetylcholine, a substance that transmit nerve impulses. ലെസിത്തിൻ എന്ന് പറയുന്നത് ഫാറ്റുകളുടെ ഒരു മിക്സ്ചറിനെയാണ് നമ്മുടെ ബോഡിയിലുള്ള ഓരോ സെൽസിനും ആവശ്യമുള്ള ഘടകമാണ് ലെസിത്തിൻ എന്ന് പറയുന്നത്. ഇത് കാണപ്പെടുന്നത് സോയാബീൻസ് അതുപോലെ എഗ്ഗ് യോക്കിലൊക്കെ കാണപ്പെടുന്നതാണ് ഈ ലെസിത്തിൻ എന്ന് പറയുന്നത്. ഡയറ്റിൽ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് കൊലൈനാണ്. ഇതൊരു ന്യൂട്രിയൻ ബി വിറ്റമിൻസിന് സിമിലറായിട്ടുള്ള ഒരു വിറ്റമിനാണ് കൊലൈൻ എന്ന് പറയുന്നത്. ഇനി ഈ കൊലൈൻ ലെസിത്തിൻ നമ്മുടെ ബോഡിയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അസറ്റൈൽ കൊലൈനായിട്ട് കൺവേർട്ട് ചെയ്ത് അത് നെർവ് ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അസറ്റൈൽ കൊലൈൻ എന്താണ്, അതിൻ്റെ ഫംഗ്ഷനൊക്കെ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്ററിൽ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പം ലെസിത്തിൻ എന്ത് ചെയ്യും, ഇതെല്ലാം സഹായിക്കും. പിന്നെ മെയിനായിട്ട് ഇതിൽ ഓർത്ത് വെച്ചിരിക്കേണ്ട ലെസിത്തിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോസ്ഫോലിപ്പിഡാണ്, ഒരു കോമ്പൗണ്ട് ലിപ്പിഡാണ് ലെസിത്തിൻ എന്ന് പറയുന്നത്. ഇനി എമൽസിഫിക്കേഷൻ ഉപയോഗിക്കും. സോ അതുകൊണ്ട് തന്നെ എഗ്ഗ് ഒരു ലെസിത്തിൻ്റെ ഗുഡ് സോഴ്സാണ്. എഗ്ഗും അതുപോലെ സോയാബീനും ഒരു ഗുഡ് സോഴ്സ് ഓഫ് ലെസിത്തിനാണ്. സോ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ കുക്കറി അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പറേഷനിൽ അവരെന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഒരു എമൽസിഫയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എഗ് ഇസ് യൂസ്ഡ് ഇൻ കുക്കറി ആസ് എമൽസിഫയേഴ്സ് ആണ്. നെക്സ്റ്റ് കോമ്പൗണ്ട് ലിപ്പിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഗ്ലൈക്കോലിപ്പിഡ്സ്. കോംപ്ലക്സ് ലിപ്പിഡ്സ് കണ്ടെയ്നിങ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ കോമ്പിനേഷൻ വിത്ത് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. എക്സാമ്പിൾ സിറബ്രോസൈഡ്സ്. സോ ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഇവിടെ ലിപ്പിഡ്സിൻ്റെ കൂടെ എന്താണ്, കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും കാർബോഹൈഡ്രേറ്റും കൂടെ അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന്. ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ പ്ലസ് ഫോസ്ഫറസ് ആണെങ്കിൽ അത് ഫോസ്ഫോലിപ്പിഡ് ആവും. ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ കോമ്പിനേഷന് പറയുന്നതാണ് ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന്. സോ അതിന് ഉദാഹരണമാണ് സെറിബ്രോസൈഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ലിപ്പോപ്രോട്ടീൻസ് ആണ്. ലിപ്പോപ്രോട്ടീൻസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ് ദേ ആർ ദ കാരിയർ ഓഫ് ലിപ്പിഡ്സ് ഇൻ ദ ബ്ലഡ് ആൻഡ് ഫോം സെൽ മെംബ്രെയിൻ. സോ ലിപ്പോപ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ അല്ലെങ്കിൽ സെൽ മെംബ്രെയിനിലുള്ള ലിപ്പിഡ്സിനെ ക്യാരി ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ പ്രോട്ടീൻസിൻ്റെ കോമ്പിനേഷനാണ് ലിപ്പോപ്രോട്ടീൻസ്. സോ ഇവരാണ് എന്തിനു സഹായിക്കുന്നത്, നമ്മുടെ ബ്ലഡിലുള്ള ഫാറ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നത്. ഇത് തന്നെ ഈ ലിപ്പോപ്രോട്ടീൻസിന് രണ്ട് തരമുണ്ട്, LDLും HDLും. സോ അത് LDL എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് ആണ്, ക്യാരീസ് കൊളസ്ട്രോൾ ടു ടിഷ്യൂസ്. സോ LDL നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് കേൾക്കാറുണ്ടല്ലോ LDL HDL എന്നൊക്കെ. സോ അപ്പോൾ LDL എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്നാണ്. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാരീസ് കൊളസ്ട്രോൾ ടു ടിഷ്യൂസ്, നമ്മുടെ കൊളസ്ട്രോളിനെ ടിഷ്യൂസിൽ കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ LDL കൊളസ്ട്രോളിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ബാഡ് കൊളസ്ട്രോൾ എന്നാണ് അറിയപ്പെടുന്നത്, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ്. പക്ഷേ HDL എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് ആണ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ടിഷ്യൂസിലുള്ള അഡീഷണൽ എക്സസ് ആയിട്ടുള്ള കൊളസ്ട്രോൾസിനെ റിമൂവ് ചെയ്യും. സോ അപ്പം
നമ്മുടെ സെൽസിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ ടിഷ്യൂസിൻ്റെ അകത്തുള്ള കൊളസ്ട്രോൾസിനെ ഇവർ റിമൂവ് ചെയ്ത് കൊണ്ടുപോകും. സോ അങ്ങനെയുള്ള കൊളസ്ട്രോൾ അല്ലെങ്കിൽ ലിപ്പോപ്രോട്ടീനെയാണ് നമ്മൾ HDL എന്ന് പറയുന്നത്. സോ അപ്പം ഗുഡ് കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് HDL ആണ്, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനാണ്. ഇവരെന്ത് ചെയ്യും? റിമൂവ് എക്സസ് കൊളസ്ട്രോൾ, നമ്മുടെ സെൽസിൽ അല്ലെങ്കിൽ ടിഷ്യൂസിലുള്ള എക്സസ് കൊളസ്ട്രോളിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ ടിഷ്യൂസിലോട്ട് ക്യാരി ചെയ്യുന്നത് LDL കൊളസ്ട്രോൾ ആണ്. സോ അത് നല്ലതാണോ? അല്ല, നമുക്ക് ബാഡാണ്. സോ അപ്പോൾ ബാഡ് കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നത് LDL കൊളസ്ട്രോളിനെയാണ്. നെക്സ്റ്റ് ഇസ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. സോ കോമ്പൗണ്ട് ലിപ്പിഡ്സ് ഇത്രയേ ഉള്ളൂ. ഫോസ്ഫോലിപ്പിഡ്സ്, ലിപ്പോപ്രോട്ടീൻസ്, ഗ്ലൈക്കോലിപ്പിഡ്സ്. സോ ഇത് മൂന്നുമാണ് കോമ്പൗണ്ട് ലിപ്പിഡ്സിൽ വരുന്നത്. ഫോസ്ഫോലിപ്പിഡ്സ് ആകുമ്പോഴത്തേക്ക് ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ പ്ലസ് ഫോസ്ഫറസ്. ഗ്ലൈക്കോ ആകുമ്പോഴത്തേക്ക് അവിടെ ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ പ്ലസ് കാർബോഹൈഡ്രേറ്റ്സ്. അതുപോലെ ലിപ്പോപ്രോട്ടീൻസ് ആകുമ്പോൾ ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ പ്ലസ് പ്രോട്ടീൻസ്. സോ ഇതാണ് ലിപ്പോപ്രോട്ടീൻസ്. സോ ഇനി അടുത്ത നെക്സ്റ്റ് ഇസ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ആണ്. ദിസ് ആർ സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഡ്യൂറിങ് ഹൈഡ്രോളിസിസ് ഓഫ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ലിപ്പിഡ്സ് വിച്ച് വിൽ റീറ്റെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ലിപ്പിഡ്സ്. The important member of this group are sterols, fatty acids and alcohol. So derived lipids എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ലിപ്പിഡ്സിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ, ഹൈഡ്രോളിസിസ് എന്ന പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ലിബറേറ്റ് ചെയ്യുന്ന അവരെയാണ് നമ്മൾ ഡിറൈവ്. രണ്ട് ഒബ്ജക്റ്റ് എന്താണ് സിമ്പിളും കോമ്പൗണ്ട് ലിപ്പിഡ്സുകളും തമ്മിൽ എന്ത് ചെയ്യും? ഹൈഡ്രോലൈസ് ചെയ്യുന്ന സമയത്ത് പുറത്തു വരുന്ന ലിപ്പിഡ്സാണ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അവർക്ക് പിന്നെയും എന്ത് ചെയ്യും? ലിപ്പിഡ്സിൻ്റെ ആ സെയിം പ്രോപ്പർട്ടി തന്നെ ഈ രണ്ട് ഇതിൽ നിന്ന് ഹൈഡ്രോളിസിസ് പ്രോസസ്സ് വഴി വന്നാലും അവർക്ക് ആ ലിപ്പിഡിൻ്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യും? അവിടെ തന്നെ നിലനിൽക്കും. അതിൽ വരുന്നതാണ് സ്റ്റിറോൾസ്, ഫാറ്റി ആസിഡ്സ് ആൻഡ് ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. സോ സ്റ്റിറോൾസ് ആർ സോളിഡ് ആൽക്കഹോൾ ആൻഡ് ഫോം എസ്റ്റേഴ്സ് വിത്ത് ഫാറ്റി ആസിഡ്. സ്റ്റിറോൾസ് എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള ആൽക്കഹോൾസ് ആണ്. ഇത് ഫാറ്റി ആസിഡ്സുമായിട്ട് എസ്റ്റേഴ്സ് ഫോം ചെയ്യും. ഇൻ നേച്ചർ ദേ ഒക്കർ ഇൻ 3 സ്റ്റേറ്റ് ഇൻ ദ ഫോം ഓഫ് എസ്റ്റേഴ്സ് ബേസ്ഡ് ഓൺ ദ ഒറിജിൻ. Sterols are classified as cholesterol, animal and phytosterol. നമ്മുടെ നേച്ചറിൽ അവർ ഫ്രീ സ്റ്റേറ്റിലാണ് ഫോം ചെയ്യുന്നത്. അവർ ഒറിജിൻ ചെയ്യുന്നത്, ഈ സ്റ്റിറോൾസ് ഒറിജിൻ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കൊളസ്ട്രോൾ എന്നും ഫൈറ്റോസ്റ്റിറോൾസും. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ആനിമൽ ഒറിജിൻ, ആനിമൽസിൻ്റെ ബോഡിയിൽ നിന്ന് ഒറിജിൻ ചെയ്യുന്ന സ്റ്റിറോൾസിന് നമ്മൾ അറിയപ്പെടുന്നത് കൊളസ്ട്രോൾ എന്നും. ഇനി അതേസമയം ഫൈറ്റോസ്റ്റിറോൾസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ ബോഡിയിൽ നിന്ന് ഒറിജിൻ ചെയ്യുന്നതാണ് ഫൈറ്റോസ്റ്റിറോൾസ് എന്ന് പറയുന്നത്. So, cholesterol is a waxy fat-like substance found in all cells of the body and has several important functions in the body. It is synthesized in the body by the liver, independent of the dietary intake. The body normally synthesizes about 2 gram of cholesterol. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു ഫാറ്റ് ലൈക്ക് സബ്സ്റ്റൻസ് ആണ്, നമ്മുടെ ബോഡിയിലെ സെൽസിൽ കാണപ്പെടുന്നതാണ്. സോ ഈ കൊളസ്ട്രോളിന് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ പല കാര്യങ്ങൾക്കും സഹായിക്കുന്നതാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഫാറ്റി ഒരു വാക്സ് രൂപത്തിൽ ഇരിക്കുന്നത്. ഇനി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓർത്ത് വെച്ചിരുന്നത്, ഇത് സിന്തസൈസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ ഈ കൊളസ്ട്രോൾ സിന്തസൈസ് ചെയ്യുന്ന ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ലിവറാണ് ഈ കൊളസ്ട്രോൾ സിന്തസൈസ് ചെയ്യുന്നത്. സോ നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നോർമലി നമ്മൾ ബോഡിയിൽ നിന്ന് 2 gram കൊളസ്ട്രോൾ ഡെയിലി എന്ത് ചെയ്യും? സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കും. ദ ഡയറ്ററി സോഴ്സസ് ഓഫ് കൊളസ്ട്രോൾ ഇൻക്ലൂഡ് ആനിമൽ ഫുഡ്സ്. സോ കൊളസ്ട്രോൾ അടങ്ങിയിട്ടുള്ള ഫുഡ്സ് എന്ന് പറയുന്നത്, ഡയറ്ററി സോഴ്സസ് എന്ന് പറയുന്ന ആനിമൽ ഫുഡ്സ് ആണ്. ആനിമൽ ഫുഡ്സിൽ എന്ത് ചെയ്യും? കൊളസ്ട്രോൾസ് അടങ്ങിയിട്ടുണ്ട്. സോ കൊളസ്ട്രോൾസ് it is used in the body for synthesizing hormones, vitamin D and substance which help digest food. So നമ്മുടെ ബോഡിയിൽ ഹോർമോൺസിനെ സിന്തസൈസ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും? ഈ കൊളസ്ട്രോൾ സഹായിക്കും. അതുപോലെ വിറ്റമിൻ ഡി ഒക്കെ ആഗിരണം ചെയ്യണമെങ്കിൽ, വിറ്റമിൻ ഡി എന്ന് പറയുന്നത് സൺഷൈൻ വിറ്റമിൻ ആണല്ലേ. സോ അപ്പോൾ അതൊക്കെ ആഗിരണം ചെയ്യണമെങ്കിൽ, അത് ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ എന്ത് വേണം? വിറ്റമിൻ ഡിയുടെ ഒക്കെ ആവശ്യമുണ്ട്. സോ അപ്പോൾ അതൊക്കെ അബ്സോർബ് ചെയ്യാനും അതിൻ്റെയൊക്കെ ഇതിന് സഹായിക്കുന്നതാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഇനി ഹൈ ബ്ലഡ്, ഇതെല്ലാം നമുക്കൊരു നോർമൽ ആണെങ്കിൽ ബോഡിക്ക് നല്ലതാണ്. പക്ഷേ ഹൈ ബ്ലഡ് കൊളസ്ട്രോൾ എന്താണ്? ഹാർട്ട് ഡിസീസിന് കാരണമാകും. ഈ കൊളസ്ട്രോൾ വാക്സ് കണക്കത്തെ ഒരു സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആർട്ടറീസിലും വെയിൻസിലും ഒക്കെ പോയി ബ്ലോക്ക് ഫോം ചെയ്ത് പല തരത്തിലുള്ള കാർഡിയോവാസ്കുലർ ഡിസീസസിന് കാരണമാകും. So high blood cholesterol is a risk factor for heart disease. Rich source of dietary cholesterol include meat, poultry with skin, organ meats like brain, kidney, liver and full fat dairy products. So cholesterol ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ ഏതാണെന്ന് ചോദിച്ചാൽ
അതാണ് മീറ്റുകൾ, നമ്മൾ കഴിക്കുന്ന ഇറച്ചികൾ, അതുപോലെ ചിക്കൻ, സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ, അതുപോലെ ഓർഗൻ മീറ്റ്സ്, ബീഫിൻ്റെ ആണെങ്കിൽ ചിക്കൻ്റെ ഒക്കെ ആണെങ്കിൽ ലിവർ, അതിൻ്റെ കിഡ്നി, അങ്ങനെയൊക്കെയുള്ള ബ്രെയിന് ഒക്കെ യൂസ് ചെയ്യുന്നതിൽ ഒരുപാട് കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഡയറി പ്രോഡക്ട്സിലും അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് ഫാറ്റി ആസിഡ്സ് ആണ്. ദേ ആർ ദ കീ റിഫൈൻഡ് ഫ്യൂവൽ ഫോം ഓഫ് ഫാറ്റ് ദാറ്റ് ദ സെൽ ബേൺസ് ഫോർ എനർജി. ദേ ആർ ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ഫാറ്റ്സ് ആൻഡ് ദേ മീ സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ്. സോ ഫാറ്റി ആസിഡ്സ് ആണ് എന്ന് പറയുന്നത് ഒരു ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ്സിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ്സ് ആണ്. സോ ഇവർ ബേൺ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവരുടെ സ്ട്രക്ചർ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സാച്ചുറേറ്റഡ് എന്നും അൺസാച്ചുറേറ്റഡ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ അതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ അപ്പം ഒലീക് ആസിഡ്, ലിനോലിക് ആസിഡ്, പാൽമിറ്റിക് ആസിഡ്, മിറിസ്റ്റിക് ആസിഡ്. സോ ഇതിപ്പോൾ എന്താണെന്നൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ഇത് ഓരോന്നും എന്തിൻ്റെ സോഴ്സാണെന്ന് നമുക്കിനി പറയാം. ഇനി അടുത്ത ഫാറ്റി ആസിഡ്സിൻ്റെ ബേസിസിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. രണ്ടായിട്ടാണ് മെയിനായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത്, സാച്ചുറേറ്റഡ് ഫാറ്റ് എന്നും അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്നും. ഇതിൽ തന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റിന് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്നും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്നും. സോ അപ്പം ഇതാണ് ഒരു സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് അതിൻ്റെ ഒരു ചെയിൻ എന്ന് പറയുന്നത്. ഇതിൽ കണ്ടോ, ഹൈഡ്രജനും കാർബണും തമ്മിലുള്ള ലോങ് ചെയിനിൽ സാച്ചുറേറ്റഡ് ആകുമ്പോഴത്തേക്ക് അവിടെ എന്ത് കാണത്തില്ല, ഡബിൾ ബോണ്ട് കാണത്തില്ല. ആ ഒരു ലോങ് ചെയിനിൽ ഡബിൾ ബോണ്ട് ഇല്ല. സോ അങ്ങനെയുള്ള ഫാറ്റി ആസിഡ്സിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. സോ അതേസമയം അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന് നോക്കിയേ, ഒരു കാർബണും അടുത്തൊരു കാർബണും തമ്മിൽ അവിടെ എന്തുണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ആ ലോങ് ചെയിനിൽ, കാർബൺ ചെയിനിൽ ഡബിൾ ബോണ്ട് വരുന്നു. സോ അങ്ങനെയുള്ള ഫാറ്റി ആസിഡ്സിന് നമ്മൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്നാണ് പറയുന്നത്. So saturated fatty acids is a type of fat in which the fatty acid chain have all or predominantly single bond. So saturated fat എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഫാറ്റി ആസിഡ് ചെയിനിൻ്റെ അകത്ത് എല്ലാം എന്തായിരിക്കും, സിംഗിൾ ബോണ്ട് ആയിരിക്കും. സോ ഇനി സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതേതാണ്, ഏതൊക്കെയുണ്ട്, saturated fatty acids, especially palmitic and stearic acid, are found in animal products such as cream, cheese, butter, other whole milk, dairy products and fatty meats which also contain dietary cholesterol. Certain vegetable products have high saturated fat content such as coconut oil, palm kernel oil. Many prepared foods are high in saturated fat content such as pizza, dairy, desserts and sausage. Saturated fatty acids എന്ന് പറയുന്നത് കൂടുതലായിട്ടും പാൽമിറ്റിക് ആസിഡ്, പാൽമിറ്റിക് ആസിഡ് എന്നൊക്കെ പറയുന്നത് പാൽമിറ്റിക് ആസിഡ് എന്ന് പറയുന്നത് പാം ഓയിലിനെയാണ് പാം ഓയിലിൽ നിന്ന് എടുക്കുന്ന ഓയിലിനെയാണ് നമ്മൾ പാൽമിറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. മിറിസ്റ്റിക് ആണെങ്കിൽ നട്ട്മെഗ്, കോക്കനട്ട് ആണെങ്കിൽ എന്താണ്, കാപ്രിലിക് ആസിഡ്, ബട്ടർ കാപ്രോയിക്ക്, ബട്ടറിന് പിന്നെ ബ്യൂട്രിക് എന്ന് പറയും. ഇനി അസറ്റിക് ആസിഡ് വിനീഗറാണ്. സോ ഇത് ഈ പേരുകൾ ഓർത്ത് വെച്ചിരിക്കുക. ഇതിൽ സാച്ചുറേറ്റഡ് ആയതൊക്കെയാണ് വിനീഗർ, ബട്ടർ, കോക്കനട്ട്, നട്ട്മെഗ് ആൻഡ് മെയ്സ്, പാം ഓയിൽ ആൻഡ് ലാഡ്, ബീഫ് ടാലോ. സോ ഇത് ഇത്രയും സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. സോ ഇതെന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഫാറ്റി ആസിഡ് ചെയിൻസിൽ ഡബിൾ ബോണ്ട് ഇല്ലാതെ സിംഗിൾ ബോണ്ട് മാത്രമുള്ള. സോ ഇത് ഇത്രയുമാണ് സാച്ചുറേറ്റഡ്. സോ ഇതിൽ ഓരോന്നിൻ്റെയും സ്റ്റീറിക് ആസിഡ് എന്ന് പറയുന്നത് ഏതാണ് ഫുഡ് സോഴ്സ്, ബീഫ് ടാലോ, സ്റ്റീറിക് ആസിഡ് ബീഫ് ടാലോ. പാൽമിറ്റിക് ആകുമ്പോൾ പാം ഓയിലായിരിക്കും. ഇനി മിറിസ്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് നട്ട്മഗ് അല്ലെങ്കിൽ മെയ്സ് ആണ്. ഇനി കാപ്രിലിക് ആസിഡ് എന്ന് പറയുന്നത് കോക്കനട്ടാണ്. കാപ്രോയിക്കും ബ്യൂട്ടിറിക് എന്ന് പറയുന്നതും ബട്ടറാണ്. അസറ്റിക് ആസിഡ് വിനിഗറാണ്. സോ ഇനി അപ്പോൾ മോണോ അൺസാച്ചുറേറ്റഡ് ആകുമ്പോഴത്തേക്ക് അതെന്താണ്, ഒലീഗ് എന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്, മോണോ അൺസാച്ചുറേറ്റഡ്. സോ അത് ഒമേഗ 9 ആണ്. സോ അതിന് നമുക്ക് പറയാം. സോ ഇത്രയുമാണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതും ഓരോന്നും അതിൻ്റെ പേര്, പാൽമിറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഏത് സോഴ്സാണ്, പാം ഓയിലാണ്. സ്റ്റീറിക് എന്ന് പറയുന്നത് ബീഫാണ്, ബീഫ് ടാലോ ആണ് എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. സോ ഇതൊക്കെയാണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന് ഉദാഹരണം എന്ന് പറയുന്നത്. സോ മോണോ അൺസാച്ചുറേറ്റഡ് ഒലീക്കാണ്, ഒലിവ് ഓയിൽ. പോളി അൺസാച്ചുറേറ്റഡ് ആകുമ്പോഴത്തേക്ക് ലിനോലിക്കും വരുന്നുണ്ട്,
ഗ്ലൂപ്പാനോഡോണിക്കും വരുന്നുണ്ട്. സോ ഗ്രൗണ്ട് നട്ട്, സിസേം, കോൺ ഓയിൽ, സൺഫ്ലവർ, ഫിഷ് ഓയിൽസ്, സോ ഇതൊക്കെ പോളി അൺസാച്ചുറേറ്റഡ് ആണ്. സോ പിന്നെ അടുത്ത അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്താണെന്ന് നോക്കാം. An unsaturated fat is a fat or fatty acid in which there is at least one double bond within the fatty acid chain. So fatty acid chainസിൻ്റെ അകത്ത് ഒരു സിംഗിൾ ഡബിൾ ബോണ്ട് എങ്കിലും ഉള്ള ഫാറ്റി ആസിഡ് ചെയിനെയാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതിനെ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. സോ മോണോ എന്ന് പറയുമ്പോഴത്തേക്ക് സിംഗിൾ. സോ അപ്പം ഒരു ഫാറ്റി ആസിഡ് ചെയിനിൽ എന്താണ് ഒരു ഡബിൾ ബോണ്ട് കാണപ്പെടുന്നത്. സോ അതിനെയാണ് മോണോ അൺസാച്ചുറേറ്റഡ് fatty acids എന്ന് പറയുന്നത്. A fatty acid chain is mono unsaturated if it contains one double bond. Mono unsaturated fats are good fats. A diet high in MUFA. നമ്മൾ MUFA എന്ന് പറയുന്നത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റിനെയാണ്. Can reduce blood cholesterol levels, lower risk of heart disease, stroke and breast cancer, reduce pain in rheumatoid arthritis and help in weight loss. ഫുഡ് വിച്ച് കണ്ടെയ്ൻ മ്യൂഫ എന്ന് പറയുന്നത് മോണോ അൺസാച്ചുറേറ്റഡ്, അതായത് ഒലീക് ആസിഡ് ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒലീക് ആസിഡ് ഒലിവ് ഓയിലിൽ നിന്നുള്ളതാണ് മോണോ അൺസാച്ചുറേറ്റഡ്. ഒലിവ് ഓയിൽസ്, പീനട്ട് ബട്ടർ, പീനട്ട് ഓയിൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് omega-9 ഫാറ്റി ആസിഡ്സ്. സോ omega-9 ഫാറ്റി ആസിഡ്സ് എന്നറിയപ്പെടുന്നത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിനെയാണ്. സോ മോണോ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താണ് ഒരു സിംഗിൾ ബോണ്ട് മാത്രം, ഒരു സിംഗിൾ ആയിട്ട് ഒരു ഡബിൾ ബോണ്ട്. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഫാറ്റി ആസിഡ് ചെയിൻസിൽ ഡബിൾ ബോണ്ട് ഉള്ളത്, അതിൽ തന്നെ ഒരു ഡബിൾ ബോണ്ട് മാത്രം ഉണ്ടെങ്കിൽ അവർ മോണോ അൺസാച്ചുറേറ്റഡ് ആണ്. സോ അങ്ങനെയുള്ള മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൽ വരുന്നതാണ് omega-9 എന്ന് പറയുന്നത്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. മോണോ അൺസാച്ചുറേറ്റഡ് മ്യൂഫ ആണ് omega-9 എന്ന് പറയുന്നത്. സോ അത് ഒലീക് ആസിഡാണ്. കൂടുതലും ഒലിവ് ഓയിൽ, അതുപോലെ പീനട്ട് ബട്ടർ, പീനട്ട് ഓയിലൊക്കെ കാണപ്പെടുന്നതാണ് മ്യൂഫ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിലാണ് omega-3യും omega-6ഉം വരുന്നത്. സോ omega-3യിൽ 3യുടെ സോഴ്സിനുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. Polyunsaturated fatty acid. A fatty acid is polyunsaturated if it contains more than one double bond. They are of two types, namely omega-3 and omega-6 fatty acids. So polyunsaturated fatty acids എന്ന് പറയുന്നത് ഇതിൽ ഒരു ഡബിൾ ബോണ്ടിനേക്കാളും കൂടുതൽ, സോ ഒന്നിലധികം ഡബിൾ ബോണ്ട്സ് ഒരു ഫാറ്റി ആസിഡ് ചെയിൻസിൽ വരുന്നതിനെയാണ് നമ്മൾ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. ഇത് തന്നെ ഇതിൽ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, omega-3 എന്നും omega-6 എന്നും. അതായത് ഫാറ്റി ആസിഡ് 3യിൽ ഡബിൾ ബോണ്ട് വരുന്നു. സോ അതിനെ omega-3 എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് ചെയിനിൽ മൂന്നാമത്തതിൽ ഡബിൾ ബോണ്ട് വരുന്നതിനെയാണ് omega-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. സോ അപ്പം omega-3 is also called omega-3 fatty acids or N3 fatty acids with a double bond C at the third carbon atom from the end of the carbon chain. സോ ഒരു കാർബൺ ചെയിൻ്റെ എൻഡിൽ മൂന്നാമത്തെ കാർബൺ ആറ്റവുമായിട്ട് ഡബിൾ ബോണ്ട് വരുന്നവയാണ് omega-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. The 3 types of omega-3 fatty acids involved in human physiology are alpha-linoleic acid found in plant oils. ഹ്യൂമൻ ഫിസിയോളജിയുമായിട്ടനുസരിച്ച് കാണപ്പെടുന്ന omega-3 ആണ് ആൽഫ-ലിനോലിക് ആസിഡ്. ആൽഫ-ലിനോലിക് ആസിഡ്സ് കൂടുതലും കാണപ്പെടുന്നത് പ്ലാന്റ് ഓയിൽസിൽ നിന്നാണ് ആൽഫ-ലിനോലിക് ആസിഡ്സ് കാണപ്പെടുന്നത്. അതുപോലെ ഇക്കോസാപെൻറ്റോയിനിക് ആസിഡ് അല്ലെങ്കിൽ EPA എന്ന് പറയും, ആൻഡ് ഡെക്കോസാഹെക്സോയിനിക് ആസിഡ് DHA. സോ DHA EPA എന്നൊക്കെ പറയുന്നത് എന്താണ് omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ ആണ്. ബോത്ത് കോമൺലി ഫൗണ്ട് ഇൻ മറൈൻ ഓയിൽ. സോ പ്ലാന്റ് ഓയിൽസ് ആണ് ആൽഫ-ലിനോലിക് ആസിഡ്, പ്ലാന്റ്സിൽ നിന്ന് എടുക്കുന്ന ഓയിൽസ്, സൺഫ്ലവർ ഓയിൽ, സോ അങ്ങനെയുള്ള ഓയിൽസ്. അതുപോലെ ഫിഷ് ഓയിലിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ മറൈൻ ഓയിൽസ്, ഫിഷ് ഓയിൽസിൽ നിന്ന് കിട്ടുന്നതാണ് ഏതൊക്കെയാണ്? ഇക്കോസാപെൻറ്റോയിനിക് ആസിഡും ഡോക്കോസാഹെക്സോയിനിക് ആസിഡും. സോ EPA ആൻഡ് DHA എന്ന് പറയുന്നത് മറൈൻ ഓയിൽസിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി കോമൺ സോഴ്സസ് ഓഫ് പ്ലാന്റ് ഓയിൽസ് കണ്ടെയ്നിങ് ദ omega-3. സോ പ്ലാന്റ് ഓയിൽസിലാണ് എന്തുണ്ട്? omega-3 അടങ്ങിയിട്ടുണ്ട്. ആൽഫ-ലിനോലിക് ആസിഡ് ഫാറ്റി ആസിഡ് ഇൻക്ലൂഡ് walnut, flaxseed oil, soya beans and chia seeds. The sources of animal omega-3. EPA and DHA fatty acids include fish and
ഫിഷ് ഓയിൽ. സോ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒമേഗ 3 ഈസ് റിച്ച് ഇൻ ഏതാണ്? നട്ട്സാണ്. നട്ട്സ് ഐറ്റംസിലാണ് omega 3. അത് ഏത് ഫോമാണ്? പ്ലാന്റിലാകുമ്പോൾ അത് ആൽഫ ലിനോളിക് ആസിഡ് എന്ന ഫോമിലാണ്, ലിനോളിക് ആസിഡ് ഫാറ്റി ആസിഡ് എന്ന ഫോമിലാണ് വാൽനട്ട്, ഫ്ലാക്സ് സീഡ്സ്, അതുപോലെ സോയാബീൻസ്, ചിയ സീഡ്സ്, ഇതിലെല്ലാം കാണപ്പെടുന്നത്. ഈ omega 3 നമുക്ക് ഹാർട്ടിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് ഈ omega 3 എന്ന് പറയുന്നത്. അതുപോലെ ഇതിന് തന്നെ ഫിഷ് ഓയിൽസ് അല്ലെങ്കിൽ മറൈൻ കടലിൽ നിന്ന് കിട്ടുന്ന ഫിഷിൽ നിന്നൊക്കെ കിട്ടുന്ന ഫാറ്റി ആസിഡ്സിനെ നമ്മൾ പറയുന്നത് EPA ആൻഡ് DHA ആണ്. ഈക്കോസ പെൻറ്റോയിനിക് ആസിഡ് എന്നും ഡോക്കോസ ഹെക്സായോണിക് ആസിഡ് എന്നുമാണ് പറയുന്നത്. അതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നതാണ് ഫിഷ് ഡയറക്റ്റ് കഴിക്കുക അല്ലെങ്കിൽ ഫിഷ് ഓയിൽസ് ഒക്കെ എന്താണ്? omega 3 റിച്ച് ആണ്. സോ അപ്പോൾ അത് തിരിഞ്ഞു പോകരുത്. ആൽഫ ലിനോനിക് എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലാന്റ് സോഴ്സും DHA ആൻഡ് EPA എന്ന് പറയുന്നത് മെറൈൻ അല്ലെങ്കിൽ ആനിമൽ സോഴ്സുമാണ്. The health benefit of omega 3 fatty acids are immense and they have been proven effective in the treatment and prevention of hundreds of medical conditions which include high cholesterol, depression, anxiety, cancer, diabetes mellitus, inflammatory diseases, arthritis and cardiovascular diseases. So omega 3 fatty acids എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫാറ്റി ആസിഡ് ആണ്. സോ ഇതിൽ അതെന്തിനൊക്കെ സഹായിക്കും? കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും, അതുപോലെ ഡിപ്രഷൻ, ആൻസൈറ്റി, ക്യാൻസേഴ്സ് പോലുള്ള അസുഖങ്ങൾ കുറയ്ക്കാൻ ഇത് നല്ല ഫാറ്റാണ്. സോ ഈ omega 3 ഫാറ്റി ആസിഡ്സ് ഉപകരിക്കും. അതുപോലെ ഡയബറ്റിസ് കുറയ്ക്കാൻ, അത് ഇൻഫ്ലമേറ്ററി എന്തെങ്കിലും നീര് പോലുള്ള അസുഖങ്ങൾ, ആർത്രൈറ്റീസ്, അതുപോലെ ഹാർട്ട് ഡിസീസസ്, ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം ലോവർ ചെയ്യാൻ ഈ omega 3 ഫാറ്റി ആസിഡ്സ് സഹായിക്കും. ഇനി അടുത്തതാണ് omega 6. സോ omega 6 fatty acids also referred to as omega 6 fatty acid or N6 fatty acids are a family of pro-inflammatory and anti-inflammatory polyunsaturated fatty acids that have in a common a final carbon double bond in the N6 position, that is the sixth bond counting from the methyl end. So omega 6 എന്ന് പറയുമ്പോഴത്തേക്ക് കാർബൺ ആറ്റത്തിൽ ഡബിൾ ബോണ്ട് വരുന്നത് N6ൻ്റെ ആറാമത്തെ ആറാമത്തതിൽ ഡബിൾ ബോണ്ട് വരുന്നവയാണ് നമ്മൾ omega 6 എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് omega 6. ഈ omega 6നെ നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടും ലിനോളിക് ആസിഡ് എന്നും അറിയപ്പെടും. So the human body cannot make them, so they are considered essential fat. സോ നമ്മുടെ ബോഡിക്ക് എന്താണ് സ്വയമായിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല omega 6. അതുകൊണ്ട് തന്നെ അവരെന്താണെന്ന് അറിയപ്പെടും എസെൻഷ്യൽ ഫാറ്റ്സ്, നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടവ എന്നുള്ള രീതിയിലും ഈ omega 6നെ അറിയപ്പെടും. ദേ സപ്പോർട്ട് ബ്രെയിൻ ഫങ്ഷൻ, ബോൺ ഹെൽത്ത്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഹെയർ ഗ്രോത്ത് ആൻഡ് റെഗുലേഷൻ ഓഫ് മെറ്റബോളിസം. ഗുഡ് സോഴ്സസ് ഓഫ് ലിനോളിക് ആസിഡ്സ് ഇൻക്ലൂഡ് വെജിറ്റബിൾ ഓയിൽസ്. സോ ലിനോളിക് ആസിഡ്സിൻ്റെ ഗുഡ് സോഴ്സ് എന്ന് പറയുന്നത് വെജിറ്റബിൾ ഓയിൽസ് ആണ്. ഗ്രൗണ്ട് നട്ട്, സിസെയിം ഓയിൽ, സോ ഇതൊക്കെ എന്താണ് ലിനോളിക് ആസിഡ്സിൻ്റെ ഒരു ഗുഡ് സോഴ്സാണ്. സോ വെജിറ്റബിൾ ഓയിൽസ് എന്ന് പറയുന്നത് സിസെയിം ഓയിൽ, ഗ്രൗണ്ട് നട്ട് ഓയിൽ, സോ ഇതൊക്കെ ഗുഡ് സോഴ്സ് ഓഫ് omega 6 ഫാറ്റി ആസിഡ്സ് ആണ്. സോ ഇത്രയേ ഉള്ളൂ. omega 3, 6, omega 9 എന്ന് പറയുമ്പോഴത്തേക്ക് മോണോ അൺസാച്ചുറേറ്റഡ് ആണ്, പോളി അൺസാച്ചുറേറ്റഡ് ആണ് omega 3യും omega 6 എന്ന് പറയുന്നത്. സോ ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റിക്വയർമെൻറ്റ്. സോ നമുക്ക് ബോഡിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്നും നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഫാറ്റി ആസിഡ്സ് which are essential to be taken in our diet because they cannot be synthesized in our body are known as essential fatty acids. So എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതാണ്, പക്ഷേ എന്ത് ചെയ്യില്ല, നമ്മുടെ ബോഡി സ്വയം അത് സിന്തസൈസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഡയറ്ററി സോഴ്സിലൂടെ അതിനെ ബോഡിക്ക് കൊടുക്കണം. സോ അങ്ങനെയുള്ള ഫാറ്റി ആസിഡ്സിനെയാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ലിനോലിക് ആൻഡ് ലിനോലെനിക് ആൻഡ് അർക്കിഡോണിക് ആസിഡ്സ് എന്ന് പറയുന്നത്. സോ ഇത് ഓരോന്ന് എന്താണെന്ന്, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നതെന്ന് ടേബിൾ നോക്കുക. അപ്പോൾ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ് ഇത്രയും.
ഇനി അപ്പോൾ നോൺ എസെൻഷ്യൽ എന്ന് പറയുമ്പം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, വിച്ച് ആർ ദോസ് വിച്ച് ക്യാൻ ബി സിന്തസൈസ്ഡ് ബൈ ദ ബോഡി ആൻഡ് വിച്ച് നീഡ് നോട്ട് ബി സപ്ലൈഡ് ത്രൂ ദ ഡയറ്റ്. പാൽമിറ്റിക് ആസിഡ്, ഒലീക് ആസിഡ്, ബ്യൂട്ടറിക് ആസിഡ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബോഡി തന്നെ സിന്തസൈസ് ചെയ്യും, അത് നമ്മുടെ ഡയറ്റിലൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല. പാം ഓയിൽ, അതുപോലെ ഒലീക് ഓയിൽ, ബ്യൂട്ടറിക് ആസിഡ്സ് ഒക്കെ എന്ന് പറയുന്നത് എന്താണ്, നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ്. സോ അത് ഫുഡിലൂടെ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ബോഡി തന്നെ എന്ത് ചെയ്യും, കൊളസ്ട്രോൾസ് ഒക്കെ സിന്തസൈസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ബോഡി തന്നെ സിന്തസൈസ് ചെയ്യും. സോ അതാണ് നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. സോ ഇനി അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സസ്. അത് ഇവരുടെ സോഴ്സസിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഫാറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2 types based on their source, namely visible and invisible fats. Some fats and oils added to food or used for frying are visible fat. So അവർ സോഴ്സ് അനുസരിച്ച് അവരെ വിസിബിൾ ഫാറ്റ് എന്നും ഇൻവിസിബിൾ ഫാറ്റ്സ് എന്നും പറയുന്നുണ്ട്. സോ വിസിബിൾ ഫാറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. ദിസ് ആർ ഓൾസോ നോൺ as poor fats. Many foods like milk, cream, egg yolk, meat, fish and even cereals and legumes contribute substantial amounts of invisible fats not visible in the food to the diet. സോ വിസിബിൾ ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, അതായത് എണ്ണ യൂസ് ചെയ്യുന്നു, ബട്ടർ യൂസ് ചെയ്യുന്നു, സോ ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നതാണ് വിസിബിൾസ് ആണ്. സോ ഇതല്ലാതെ ഇൻവിസിബിൾ ആയിട്ട് ഫാറ്റ്സുകൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്നല്ലേ, ഫിഷ് കഴിക്കുന്നു, അല്ലെങ്കിൽ സീരിയൽസ്, ലെഗ്യൂംസ്, സോ ഇതിലൊക്കെ എന്താണ് ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ എഗ് യോക്ക്. സോ ഇതിലൊക്കെ എന്തുണ്ട്, ഫാറ്റ്സ് ഇൻവിസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. സോ ഇനി അടുത്ത സോഴ്സസ് ആണ്. സോ ഇത്രയുള്ള ക്ലാസിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ, 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ സോഴ്സസ് ആണ്, ഫാറ്റിൻ്റെ അല്ലെങ്കിൽ ലിപ്പിഡ്സിൻ്റെ സോഴ്സസ് ആണ് പറയുന്നത്. പ്ലാന്റ് സോഴ്സസ് ആകുമ്പോഴത്തേക്ക് വെജിറ്റബിൾ ഫാറ്റ്സ് ആർ ഗുഡ് സോഴ്സസ് ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. വെജിറ്റബിൾ ഫാറ്റ് വരുന്നുണ്ട്, അതായത് സൺഫ്ലവർ, സഫ്ലവർ, സിസെയിം, സോയാബീൻ, കോട്ടൺ സീഡ് ഓയിൽ ആർ റിച്ച് സോഴ്സ് ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. They are also good source of vitamin E. So plant sources, so വെജിറ്റബിൾ ഓയിൽസ് ഒക്കെ വിറ്റമിൻ ഇയുടെ റിച്ച് ആണ്. സോ അതുപോലെ വനസ്പതി എന്ന് പറയുന്നത് ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിലാണ്. വനസ്പതി ഹൈഡ്രോജനേറ്റഡ് ആണ്, അതായത് ഹൈഡ്രോജൻ ആറ്റം ആഡ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഗുഡ് സോഴ്സ് ഓഫ് വിറ്റമിൻ എ ആൻഡ് ഫെയർ സോഴ്സ് ഓഫ് വിറ്റമിൻ ഇ ആൻഡ് എസെൻഷ്യൽ ആസിഡ്സ്. സോ വനസ്പതി എന്ന് പറയുന്നത് വിറ്റമിൻ എയുടെ നല്ല സോഴ്സാണ്, പക്ഷേ അതിൽ ഇയും എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഒന്നും അടങ്ങിയിട്ടില്ല. All oils and oil seeds like groundnut, sesame, soybean, rice bran, coconut, almond, cashew nut, corn, safflower, sunflower, etc. are all hydrogenated fats and margarines are sources of fat. So ഇതെല്ലാം അടങ്ങി, ഇത് ഇങ്ങനെയുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള കാഷ്യൂ നട്ടിൽ നിന്ന്, സോയാബീനിൽ നിന്ന്, കോക്കനട്ടിൽ നിന്ന്, സോ ഇത് അല്ലെങ്കിൽ റൈസ് ബ്രാൻ, തവിടെണ്ണ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ സോയാബീൻസിൽ നിന്ന്, സോ ഇങ്ങനെയൊക്കെ എടുക്കുന്ന ഇതെല്ലാത്തിൽ നിന്ന് എന്തുണ്ട്, ഫാറ്റിൻ്റെ സോഴ്സാണ്. ഇനി ആനിമൽ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ആർ പോർ സോഴ്സ് ഓഫ് വിറ്റമിൻ ഇ ആൻഡ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. സോ ഇവർ വിറ്റമിൻ ഇയുടെ പോർ സോഴ്സും ആയിരിക്കും, അതുപോലെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും കുറവായിരിക്കും. ഇവരിൽ ദേ ഓൾസോ കണ്ടെയ്ൻ കൊളസ്ട്രോൾസ് ആണ്. ഇനി മട്ടൺ, പോർക്ക്, ഫിഷ്, പൗൾട്രി, മിൽക്ക് പ്രോഡക്റ്റ്, ബട്ടർ, ക്രീം, ചീസ്, എഗ്സ്, ഓർഗൻസ്, സോ ഇങ്ങനെയുള്ള ഇതിലൊക്കെ എന്തുണ്ട്, ഒരുപാട് ആനിമൽസ് ഫാറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇൻവിസിബിൾ സോഴ്സസ് ആണ് സാലഡ് ഡ്രസ്സിങ്സ്, നട്ട്സ്, ഡെസേർട്ട്സ്, കുക്കീസ്, കേക്ക്സ്, മിൽക്ക്, എഗ്ഗ്, സോ ഇങ്ങനെയുള്ളതൊക്കെ എന്താണ് ഇൻവിസിബിൾ ആയിട്ടുള്ള സോഴ്സുകളാണ് ഫാറ്റിൻ്റെ. ഇനി ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. സോ എനർജി പ്രൊവൈഡ് ചെയ്യുക. സോ അതാണ് ദേ ആർ കോൺസെൻട്രേറ്റഡ് സോഴ്സ് ഓഫ് എനർജി yielding more than twice the energy supplied by carbohydrate per unit weight. All tissues except those of the central nervous system and brain can utilize fat as a source of energy. സോ ഇന്നൊരു ഗുഡ് എനർജി സോഴ്സ് ആണ് ഫാറ്റ് ആൻഡ് ഓയിൽസ് എന്ന് പറയുന്നത്. ഇവർ നമുക്ക് കാർബോഹൈഡ്രേറ്റ് 4 gram പെർ ഗ്രാമിലാണ് തരുന്നതെങ്കിൽ ഇവർ 1 ഗ്രാമിൽ 9 കിലോ കാലറീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എനർജി വാല്യൂ കൂടുതലാണ്. ഇനി ഇവർ എല്ലാ ടിഷ്യൂസിലും കാണും, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും ബ്രെയിനിലും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തിലും ഇവർ എന്ത് ചെയ്യും, ഫാറ്റിനെ യൂട്ടിലൈസ് ചെയ്ത് അതൊരു എനർജി സോഴ്സായിട്ട് മാറ്റും. അതുപോലെ പ്രോട്ടീൻ സ്പെയറിംഗ് ആക്ഷൻ. ദ കിലോ കാലറീസ് ഫ്രം ദ ഫാർ സ്പെയർ ഡയറ്ററി പ്രോട്ടീൻസ് ഫ്രം ബീയിങ് ഓക്സിഡൈസ്ഡ് ഫോർ എനർജി ആൻഡ് അഡിക്വേറ്റ് ഇൻടേക്ക് ഓഫ് ഫാറ്റ് ഇൻ ദ ഡയറ്റ് അലോ പ്രോട്ടീൻ ടു പെർഫോം ദർ മെയിൻ ഫങ്ഷൻസ് ഇഫ് ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ്. സോ പ്രോട്ടീൻ്റെ ആക്ഷന് സഹായിക്കും. അത് പ്രോട്ടീൻ ഫങ്ഷൻ ഉണ്ടല്ലോ, ടിഷ്യൂ റിപ്പയറിങ്, അതുപോലെ ബോഡി ബിൽഡിങ്. സോ അപ്പോൾ ഇതിനെല്ലാം സഹായിക്കുന്നു. ഈ പ്രോട്ടീൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ പെർഫോമൻസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അത് ഓൾട്ടർ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് മറ്റൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഫാറ്റ്സ് ആൻഡ് ഓയിൽസിൻ്റെ. അതുപോലെ തെർമൽ ഇൻസുലേഷൻ. നമ്മുടെ ഫാറ്റ്, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ത് ചെയ്യും, ഒരു ഇൻസുലേഷൻ പോലെ നമ്മൾ
നമ്മുടെ ബോഡിയുടെ അകത്തുള്ള ഓർഗൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും, പുറത്തോട്ട് ബോഡി ഹീറ്റ് നിലനിർത്താൻ. ഇൻറ്റേർണൽ ഒരു ഹോമിയോസ്റ്റാസിസ് നമുക്ക് ആവശ്യമാണല്ലോ, ഒരു ടെമ്പറേച്ചർ ആവശ്യമാണ്. സോ അത് നിലനിർത്താൻ സഹായിക്കുന്നതാണ് ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്. സോ ഒരു തെർമൽ ഇൻസുലേഷൻ പോലെ പ്രവർത്തിക്കുകയാണ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ചെയ്യുന്നത്. അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് വൈറ്റൽ ഓർഗൻസ്, നമ്മുടെ ഓർഗൻസിനെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഫാറ്റ് പ്രൊവൈഡ്സ് എ പ്രൊട്ടക്റ്റീവ് പാഡിംഗ് ടു വൈറ്റൽ ഓർഗൻസ് ഫ്രം മെക്കാനിക്കൽ ഷോക്ക് ആൻഡ് കീപ് ദം ഇൻ പ്ലേസ്. സോ എന്താണ്, ഒരു പുറത്തുനിന്ന് വരുന്ന ഒരു ഷോക്കിൽ നിന്നൊക്കെ സഹായിക്കാൻ ഈ ഒരു ഫാറ്റിൻ്റെ ടിഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് ഓർഗൻസിനെ കവർ ചെയ്യുന്നത് വഴി ഡയറക്റ്റ് ഓർഗൻസിൽ എഫക്റ്റ് എത്തത്തില്ല. അതുകൊണ്ട് തന്നെ ഓർഗൻസിൻ്റെ പ്രൊട്ടക്ഷന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഫാറ്റ് സോലബിൾ വൈറ്റമിൻസിൻ്റെ അബ്സോർപ്ഷന് സഹായിക്കുന്നുണ്ട്. ഇനി എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആൻഡ് അഡിക്വേറ്റ് ഇൻടേക്ക് ഓഫ് ഫാറ്റ്സ് ഓയിൽ ഈസ് നെസസറി ടു മീറ്റ് ദ ബോഡീസ് റിക്വയർമെൻറ്റ് ഫോർ ലിനോളിക് ആൻഡ് ലിനോലിക് ആസിഡ്സ്. സോ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഇൻടേക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള കാര്യമാണ്. Satiety value, fats slow down the secretion of gastric juice and speed of digestion. So satiety value എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ഫുൾനെസ് തോന്നും. നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല, ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീഷൻ നടന്ന് ഡൈജഷൻ പെട്ടെന്ന് സ്പീഡായി പോകത്തില്ല. നമുക്ക് എപ്പോഴും ഒരു ഫുള്ളായിട്ടുള്ളൊരു ഫീല് തോന്നും. സോ അതിനാണ് സറ്റേറ്റി വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഫ്ലേവർ, ഫുഡ് ഈസ് മോർ ഫ്ലേവർസം ബിക്കോസ് ഓഫ് വോളറ്റൈൽ എസെൻഷ്യൽ ഓയിൽ നാച്ചുറലി പ്രസൻറ്റ് ആൻഡ് ഫാറ്റ് യൂസ്ഡ് ഫോർ കുക്കിംഗ്. A well-cooked meal containing fat is more satisfying than a meat devoid of fats. സോ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും അല്ലേ. എണ്ണ അല്ലെങ്കിൽ ഫാറ്റൊക്കെ യൂസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫുഡിന് കുറച്ചുകൂടെ ടേസ്റ്റും അതുപോലെ ഒരു മണവും ഇതൊക്കെ തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ സിന്തസിസ് ഓഫ് സെൽ മെംബ്രെയിൻ, ഫാറ്റ്സ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ഓൾ സെൽ മെംബ്രെയിൻ. സോ നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ സെൽ മെംബ്രെയിൻ്റെ സിന്തസിസിന് സഹായിക്കും. അതുപോലെ ഹോർമോൺ സിന്തസിസിന് സഹായിക്കും. ലിപ്പിഡ് കൊളസ്ട്രോൾ is necessary for the synthesis of some hormones. Example, സെക്സ് ഹോർമോൺസിൻ്റെ സിന്തസിസിന് സഹായിക്കും. സോ ഇനി അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ദാറ്റ്സ് ഫാറ്റ് സെർവ്സ് ഇൻ ഫുഡ്. സോ ഇനി നമ്മൾ നമുക്ക് ബോഡിയിൽ കിട്ടുന്ന ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. സോ ഇനി അടുത്ത ജസ്റ്റ് നമുക്ക് ഫുഡിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഈ ഒരു ഫാറ്റ് കൊണ്ട് കിട്ടുന്നതെന്നാണ് നോക്കുന്നത്. ഒരു അപ്പിയറൻസിൽ എന്ത് ചെയ്യും, ഈ നമ്മൾ ഫാറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫുഡിന് ഒരു ഗ്ലോസി അല്ലെങ്കിൽ ഒരു മോയിസ്റ്റ് വിഷ്വൽ ലുക്ക് കിട്ടും. നല്ല എണ്ണയുള്ള നല്ല വഴുവഴുക്കായിട്ടുള്ള ഒരു ഗുഡ് അപ്പിയറൻസ് കിട്ടും. ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആൻഡ് ഓൾട്ടർ എ ഫുഡ് അപ്പിയറൻസ് ബൈ ക്രിയേറ്റിംഗ് എ ഗ്ലോസി ഓർ മോയിസ്റ്റ് വിഷ്വൽ ടെക്സ്റ്റ്. ദ എബിലിറ്റി ഓഫ് ഫാറ്റ് ടു റിഫ്രാക്ട് ലൈറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ ഒപ്പേക്ക് അപ്പിയറൻസ് ഓഫ് മിൽക്ക്. അതുപോലെ ഫാറ്റിൻ്റെ എബിലിറ്റിയാണ് ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മിൽക്കിന് ആ ഒരു വൈറ്റ് കളറ്, മിൽക്കിൻ്റെ ഒപ്പേക്ക് അപ്പിയറൻസ്, അതിന് ആ ഒരു വൈറ്റ് കളർ കിട്ടാൻ കാരണം എന്താണ്, ലൈറ്റ് റിഫ്ലാക്റ്റ് ചെയ്യുന്ന ഫാറ്റ് ഉള്ളത് കൊണ്ട് അവിടെ ലൈറ്റ് റിഫ്രാക്ഷൻ നടക്കുന്നതുകൊണ്ടാണ്. ഫാറ്റ് ഓൾസോ എയ്ഡ് ഇൻ ബ്രൗണിങ് പ്രോസസ് ഓഫ് മെനി ഫുഡ്സ് ഗിവിങ് ദം ആൻ അപ്പീലിംഗ് ഗോൾഡ് ബ്രൗൺ കളർ. സോ അതുപോലെ ചില ഫാറ്റ് ഉള്ളതുകൊണ്ട് ചില ഫുഡുകൾക്ക് എന്ത് കിട്ടും, ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ, ബ്രെഡൊക്കെ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കുള്ള ആ ഒരു ബ്രൗൺ കളറ്, സോ അതൊക്കെ കിട്ടും. സോ അതൊക്കെ എന്താണ്, അപ്പിയറൻസിന് നല്ലതാണ്. നെക്സ്റ്റ് ഈസ് എമൽഷൻസ്. സോ എമൽഷൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഫാറ്റ് ആൻഡ് ഓയിൽസ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഇൻ മോസ്റ്റ് എമൽഷൻസ്. സോ എമൽഷൻസിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ആണ് ഫാറ്റ്സും ഓയിൽസും. എമൽഷൻസ് ആർ ദ ഡിസ്പേർഷൻ ഓഫ് ഫാറ്റ് ഓർ ഓയിൽ ഇൻ ടു വാട്ടർ. സോ എമൽഷൻ എന്ന് പറയുന്നത് ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ അവർ തമ്മിൽ ഡിസ്പേഴ്സ് അല്ലെങ്കിൽ ഒന്നിച്ച് മിക്സ് ചെയ്ത് കിടക്കുന്നതിനെ, അല്ലെങ്കിൽ തിരിച്ച് വാട്ടർ ഓയിലിൽ അല്ലെങ്കിൽ ഓയിൽ വാട്ടറിൽ മിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എമൽഷൻസ് എന്ന് പറയുന്നത്. ദർ ആർ മെനി എമൽഷൻസ് ഇൻ ദ ക്യുലിനറി വേൾഡ് ഇൻക്ലൂഡിങ് സാലഡ് ഡ്രസ്സിങ്, മയനൈസ് ആൻഡ് ചീസ്. സോ ഒരുപാട് ഇമൽഷൻസ് നമുക്കറിയാം അല്ലേ. സാലഡ് ഡ്രസ്സിങ്സ് ഒരു ഇമൽഷൻസ് ആണ്. അതുപോലെ മയനൈസ്, സോ അതുപോലെ ചീസ് സോസസ് എന്നൊക്കെ പറയുന്നതെല്ലാം ഒരു ഇമൽഷൻസ് ആണ്. ഇമൽസിഫൈങ് ഫാറ്റ് ഇൻറ്റു എ ലിക്വിഡ് പ്രൊഡ്യൂസ് യുണീക്ക് ഫ്ലേവർ ആൻഡ് ടെക്സ്ചർ ക്വാളിറ്റി. സോ എമൽസിഫൈങ് ഫാറ്റിനെ ലിക്വിഡ് ആക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക തരം ഒരു ഫ്ലേവറും ടെക്സ്ചർ ക്വാളിറ്റീസും പ്രൊവൈഡ് ചെയ്യും. ഇനി അത് ഫ്ലേവർ എൻഹാൻസിങ്ങിന് സഹായിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യുണീക്ക് ഫ്ലേവേഴ്സ് അബ്സോർബ് ചെയ്യാനും അത് പ്രിസർവ് ചെയ്ത് വെക്കാനുള്ളൊരു യുണീക്ക് എബിലിറ്റി ആർക്കുണ്ട്, ഫാറ്റ്സിനുണ്ട്. അതുപോലെ കോമ്പൗണ്ട് ദാറ്റ് ലെൻഡ് സ്പെസിഫിക് ഫ്ലേവേഴ്സ് ഓഫ് ദെയർ. സോ അതുപോലെ അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്രത്യേക തരം ഒരു ഫ്ലേവർ ഉണ്ട്. The way fat coats the tongue and allows flavors to linger can also alter a flavor experience. So അതുപോലെ ഫാറ്റ് നമ്മൾ നാക്കിൽ കോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് പ്രത്യേക ഒരു ഫ്ലേവർ എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
In heat transfer, fat provides one of the most efficient mode of heat transfer during cooking. From deep fat frying to sorting in a skillet or wok, hot oil is able to transfer high level of heat to the surface of food without overheating the interior portion. Using fats and oils to transfer heat also facilitate crust formation. So heat transfer നമ്മൾ ഫുഡിൻ്റെ ഫ്രൈ ചെയ്തെടുക്കുക, പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അല്ലേ ഫുഡിന്. അതിൻ്റെ ചിലപ്പോൾ നമുക്ക് ഡീപ്പായിട്ട് എണ്ണ ഒരുപാട് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ പുറം മാത്രം വരികയും അകത്ത് എന്ത് ചെയ്യും സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. സോ അങ്ങനെ പല രീതിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിന് സഹായിക്കുന്നവയാണ്. സോ അതുപോലെ മെൽറ്റിംഗ് പോയിൻറ്റ്സ്. A melting point is a temperature at which substance change from solid to liquid. സോളിഡിൽ നിന്ന് ലിക്വിഡിലോട്ട് ചേഞ്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ദിസ് ക്യാരക്ടറിസ്റ്റിക് ഈസ് എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ഫോർ ഐറ്റംസ് ലൈക്ക് ചോക്ലേറ്റ്, ഫ്രോസ്റ്റിംഗ്, സാലഡ് ഡ്രസ്സിങ്. സോ ഇങ്ങനത്തെ ഇതിനൊക്കെ എന്താണ് മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ ആവശ്യമുണ്ട്. The low melting point of vegetable oil allows salad dressings to stay in liquid form when refrigerated. So melting point കുറവായാൽ പോലും വെജിറ്റബിൾ ഓയിൽസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സാലഡ് ഡ്രസ്സിങ്സ് ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും അത് എന്തായിട്ടിരിക്കും ലിക്വിഡ് ഫോംസിൽ തന്നെ ഇരിക്കും. ഇനി അതുപോലെ ന്യൂട്രീഷൻ്റെ കാര്യം നമ്മൾ കുറേയൊക്കെ പറഞ്ഞായിരുന്നു എന്തൊക്കെ ചെയ്യും എന്നുള്ളത്. സോ അത് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആർ പ്രീകഴ്സേഴ്സ് ടു EPA ആൻഡ് DHA വിച്ച് മാനുഫാക്ചർ. സോ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് EPA ആൻഡ് DHA നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ ആനിമൽ ഫോംസ് അല്ലെങ്കിൽ മെറൈൻ ഫോംസിൽ നിന്ന് കിട്ടുന്നതാണ് EPA ആൻഡ് DHA. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഇവരെ എന്ത് ചെയ്യുന്നു പ്രീകഴ്സർ ചെയ്ത് ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകൾ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് അല്ലെങ്കിൽ ത്രോംബോക്സൈൻസ് ആൻഡ് ല്യൂക്കോട്രീനേസസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതെന്തിനൊക്കെ സഹായിക്കും? പ്രോസ്റ്റാഗ്ലാൻഡിൻസ് റെഗുലേറ്റ്, ഇത് മൂന്നും റെഗുലേറ്റ് ദ ഇമ്മ്യൂൺ സിസ്റ്റം, അതുപോലെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ റെഗുലേറ്റ് ചെയ്യും, ഇൻഫ്ലമേഷനെ റെഗുലേറ്റ് ചെയ്യും, അതുപോലെ ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യും. ഇനി സെറ്റൈറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മേക്കിംഗ് ഫീൽ ഫുൾ, നമുക്ക് ആ ഫുഡ് കഴിക്കുമ്പോൾ ആ സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നതാണ്. Fat takes longer to digest than carbohydrate or protein. High fat foods stay in the stomach longer and delay the feeling of hunger. So ഒരു കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഒരുപാട് ഡൈജഷൻ നടക്കാൻ പാടിയതാണ് ഫാറ്റാണ്. നമുക്ക് എപ്പോഴും ഫുള്ളായിട്ട് തോന്നും, വീണ്ടും കഴിക്കണമെന്ന് തോന്നത്തില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വിശക്കത്തില്ല, പെട്ടെന്ന് വിശക്കത്തില്ല. സോ അതാണ് സെറ്റൈറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഷോർട്ടനിങ് ഇസ് നോട്ട് ദ നെയിം ഓഫ് സോളിഡ് ഷെൽഫ് സ്റ്റേബിൾ fat, but it is also termed to describe fat's ability to make baked good tender by embedding the formation of gluten strands. So shortening എന്ന് പറയുന്നത് നമ്മൾ ബ്രെഡൊക്കെ നമുക്ക് അറിയാം, ഗ്ലൂട്ടൺ ഉള്ളത് കൊണ്ടാണ് അവിടെ ആ ഒരു വിസ്കസ് ഫോം വരുന്നത്, ഒരു വഴുവഴുത്ത ഒരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നത്. സോ ഇത് തന്നെ നമ്മൾ പിന്നെയും അതിൽ ഉണ്ടെങ്കിൽ പോലും ഈ ഓയിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ ആ ഒരു ഗ്ലൂട്ടൺ സ്ട്രാൻഡ്സിന് ഒരു ടെൻഡർനെസ് അല്ലെങ്കിൽ ഒരു ഫ്ലേക്കി ആയിട്ടുള്ളൊരു ഇത് കിട്ടും. നമ്മൾ ബിസ്ക്കറ്റ്സിലൊക്കെ എണ്ണ അല്ലെങ്കിൽ ഓയിൽസ് ആഡ് ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. നമ്മൾ റസ്ക് കഴിക്കത്തില്ലേ, റസ്ക് എന്ന് പറയുമ്പോൾ അതിൽ എന്ത് ചെയ്യത്തില്ല, എണ്ണ ആഡ് ചെയ്യാത്തതാണ്. സോ അപ്പോൾ അങ്ങനെ എണ്ണ ആഡ് ചെയ്തില്ലെങ്കിൽ അതിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും. സോ ഈ ഫാറ്റ്സ് അല്ലെങ്കിൽ ഓയിൽസ് ആഡ് ചെയ്യുന്നത് വഴി ഷോർട്ടനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഗ്ലൂട്ടൻ സ്ട്രാൻഡ്സിനെ കുറച്ചുകൂടെ ടെൻഡർ ആക്കും, ഒരുപാട് ആ ഫൈനൽ പ്രോഡക്റ്റ് ടെൻഡർ ആക്കാതെ സോഫ്റ്റ് ആക്കി മാറ്റും. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഷോർട്ടനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫാറ്റ് ആണ്. സോ അതിൽ അക്രോലിൻ ഫോർമേഷൻ എന്ന് പറയുന്നത് ഗ്ലിസറോളും അതിൻ്റെ കൂടെ ഹീറ്റും പൊട്ടാസ്യവും സൾഫേറ്റും കൂടെ ആഡ് ചെയ്ത് ഫോം ചെയ്യുന്നതിനാണ് അക്രോലിൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് അങ്ങനെ യൂസ് ആയിട്ട് വരത്തില്ല. ഹൈഡ്രോജനേഷൻ എന്താണെന്ന് നോക്കണം. അത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. അതിൽ കാറ്റലിസ്റ്റായിട്ട് നിക്കൽ യൂസ് ചെയ്ത് അത് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആയിട്ട് ഹാർഡനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് വെജിറ്റബിൾ ഓയിൽ. കൊമേഴ്ഷ്യൽ കുക്കിംഗ് ഓയിൽസിലൊക്കെ എന്ത് ചെയ്യും, ഹൈഡ്രജന് അഡീഷണൽ ആഡ് ചെയ്യുന്നതിൽ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് നിക്കലാണ്. അതാണ് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത്. വനസ്പതി നമ്മൾ ഹൈഡ്രോജനേഷനിലൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ പലതരത്തിലുള്ള കുക്കിംഗ് ഓയിൽസിലും ഈ ഹൈഡ്രോജനേഷൻ വഴിയാണ് ചെയ്യുന്നത്. സാപ്പോണിഫിക്കേഷൻ എന്താണെന്ന് സിംപിളി ചോദിച്ചാൽ അത് നമ്മൾ സോപ്പ് മേക്ക് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ സാപ്പോണിഫിക്കേഷൻ പറയുന്നത്. ഇവിടെ ഫാറ്റിൻ്റെ കൂടെ ആൽക്കലീസ് ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സോപ്പ് മേക്ക് ചെയ്യുന്നത്. ഹൈഡ്രോളിസിസ് ഓഫ് ഫാറ്റ് ബൈ ആൽക്കലി, ഗ്ലിസറോൾ പ്ലസ് ആൽക്കലി സോൾട്ട്.
ആൽക്കലി സോൾട്ട് ഫാറ്റിൻ്റെ കൂടെ ആൽക്കലീസ് ആഡ് ചെയ്തിട്ടാണ് സോപ്പ് മേക്ക് ചെയ്യുന്നത്. അതിനാണ് സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് കുക്കിങ്ങുമായിട്ട് അല്ലെങ്കിൽ ഫാറ്റിൻ്റെ ഇതുമായിട്ട് കെമിക്കൽ പ്രോപ്പർട്ടിയാണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് റാൻസിഡിറ്റി ആണ്. Chemical change resulting in unpleasant odor and taste on storage when fats are exposed to light, heat, air and moisture. സോ റാൻസിഡിറ്റി എന്ന് പറയുന്നത് എണ്ണ കനച്ചു പോകുന്നതാണ്. അത് കെമിക്കൽ ചേഞ്ച് ആണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ എണ്ണ സ്റ്റോർ ചെയ്ത് വെച്ച് ഇരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് മാറുന്നു, അതിൻ്റെ മണം മാറുന്നു. അങ്ങനെ മാറി അത് എന്തുകൊണ്ടായിരിക്കാം? അത് ഒന്നുകിൽ ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റ് അല്ലെങ്കിൽ എയർ അല്ലെങ്കിൽ മോയ്സ്ചർ അല്ലെങ്കിൽ ഫംഗൽ കണ്ടക്ഷൻ്റെ കാരണം എന്ത് സംഭവിക്കാം? റാൻസിഡായി പോകാം. എക്സാമ്പിൾ അസ്കോർബിക് ആസിഡ്, വിറ്റമിൻ സി ആൻഡ് വിറ്റമിൻ ഇ ആർ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രിവെൻറ്റ് റാൻസിഡിറ്റി. സോ റാൻസിഡിറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ എന്താ ചെയ്യാം? വിറ്റമിൻ സിയും ഇയും യൂസ് ചെയ്യാം. ഇത് രണ്ടും ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഇനി റാൻസിഡിറ്റി എന്ന് പറയുന്നത് ഫിസിക്കോ കെമിക്കൽ ചേഞ്ച് ഇൻ ദ നാച്ചുറൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫാറ്റ് ലീഡിങ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് അൺപ്ലസൻറ്റ് ഓർഡർ ഓർ ടേസ്റ്റ് ടു അബ്നോർമൽ കളർ, particularly on aging after exposure to atmospheric oxygen, light, moisture, bacterial or fungal contamination and or heat. Saturated fat resist rancidity more than unsaturated fats that have double bond. Rancidity നമ്മൾ ഓൾമോസ്റ്റ് ഫുഡ് മൈക്രോബയോളജിയിലൊക്കെ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ എന്നാലും ഫാറ്റിൽ വരുന്ന ഡീക്കേയിങ് പ്രോസസ്സാണ് റാൻസിഡിറ്റി എന്ന് പറയുന്നത്. സോ അതിലെ കെമിക്കൽ ചേഞ്ചസ്, ഫാറ്റിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന ഓൾട്ടറേഷൻ കാരണം അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മണോ അല്ലെങ്കിൽ രുചിയൊക്കെ വരുന്നത് കാരണമാണ്. ഇത് പല കാരണങ്ങൾ കാരണം റാൻസിഡായി പോകാം. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹൈഡ്രോളിറ്റിക് റാൻസിഡിറ്റി ആകാം, ഓക്സിഡേറ്റീവ് ആവാം, കീറ്റോണിക് ആവാം. സോ ഹൈഡ്രോളിറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് റിസൾട്ട് ഫ്രം സ്ലൈറ്റ് ഹൈഡ്രോളിസിസ് ഓഫ് ദ ഫാറ്റ്. സോ ഇവിടെ വാട്ടറുമായിട്ട് ചേർന്ന് ഫാറ്റും വാട്ടറും കൂടെ കമ്പൈൻ ചെയ്ത് ഹൈഡ്രോളിസിസ് നടക്കുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യാം? ലിപ്പേസ് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ കാരണം അത് അവിടെ നിന്ന് ഫ്രീ ഫാറ്റി ആസിഡ്സ് ലിബറേറ്റ് ചെയ്ത് അത് ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുമ്പോഴത്തേക്ക് അവിടെ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ നടന്ന് എന്ത് സംഭവിക്കുക? അത് റാൻസിഡായിട്ട് പോകാം. സോ അങ്ങനെയുള്ള വാട്ടറിൻ്റെ പ്രസൻസ് കാരണം ബാക്ടീരിയ കണ്ടാമിനേഷൻ നടന്ന് റാൻസിഡ് ആവുന്നതിനാണ് നമ്മൾ ഹൈഡ്രോളിറ്റിക് റാൻസിഡിറ്റി എന്ന് പറയുന്നത്. സോ അപ്പോൾ ഹൈഡ്രോളിറ്റിക് റാൻസിഡിറ്റി എന്ന് പറയുന്നത് ഹൈഡ്രോളിസിസിൻ്റെ ഭാഗമായിട്ട് ഫാറ്റിൽ വരുന്ന റാൻസിഡിറ്റിയാണ്. സോ അപ്പോൾ ഓക്സിഡേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്സിജൻ എക്സ്പോഷർ അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇരുന്ന് ഉണ്ടാകുന്ന റാൻസിഡിറ്റിയാണ് ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി. Oxidation of fat or oil catalyzed by exposure to oxygen, light or heat producing peroxide derivatives which on decomposition give substances. So അപ്പോൾ ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി നടക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പുറത്ത് വരുന്ന അതിൻ്റെ ഡീകോമ്പോസിഷൻ ഭാഗമായിട്ട് പുറത്ത് വരുന്നതാണ് പെറോക്സൈഡ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, ഡൈകാർബോക്സിലിക് ആസിഡ്സ്. ഈ ഇത്രയും ടോക്സിക് സബ്സ്റ്റൻസ് കാരണമാണ് റാൻസിഡ് ആകുമ്പോഴത്തേക്ക് ആ ഒരു ഓഫ് ഫ്ലേവറും ആ ഒരു ബാഡ് കളറും ഒക്കെ വരുന്നത്. അപ്പോൾ റാൻസിഡ് ആവുന്നതിൽ ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റിക്ക് കാരണമാകുന്നവയാണ് പെറോക്സൈഡ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, ഡൈകാർബോക്സിലിക് ആസിഡ്സ്. സോ ഇത് കാരണം എന്താണ്? ബാഡ് കളർ ഓർഡർ ഫോം ചെയ്യുന്നു. ഒക്കോസ് ഡ്യൂ ടു ഓക്സിഡേറ്റീവ് അഡിഷൻ ഓഫ് ഓക്സിജൻ അറ്റ് ദ ഡബിൾ ബോണ്ട് ഓഫ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഓഫ് ഓയിൽ. സോ ഇവിടെ ഓക്സിഡേറ്റീവ് അഡിഷൻ ഡബിൾ ബോണ്ട് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൻ്റെ ഡബിൾ ബോണ്ടിൽ ഓക്സിജൻ ആഡ് ആവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി നടക്കുന്നത്. ഇനി കീറ്റോണിക് ആകുമ്പോഴത്തേക്ക് ഇറ്റ്സ് കണ്ടാമിനേഷൻ ഡ്യൂ ടു ദ സെർട്ടൻ ഫംഗി സച്ചസ് ആസ്പെർഗില്ലസ് നിഗർ ഓൺ ഫാറ്റ് സച്ചസ് കോക്കനട്ട് ഓയിൽ. സോ ഇവിടെ കീറ്റോണിക് റാൻസിഡിറ്റി എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഫംഗസോ ബാക്ടീരിയാസോ പോലുള്ള ഒബ്ജക്റ്റ് കാരണം റാൻസിഡായി പോകുന്നു. സോ അതിന് ഉദാഹരണം പറയുന്നത് ആസ്പെർഗില്ലസ് ഉദാഹരണമല്ല, മെയിനായിട്ടും കീറ്റോണിക് റാൻസിഡിറ്റി നടക്കാൻ കാരണം ആസ്പെർഗില്ലസ് നിഗർ ആണ്. കോക്കനട്ട് ഓയിലിൽ അല്ലെങ്കിൽ ഫാറ്റ്സിലുള്ള ആസ്പെർഗില്ലസ് നിഗർ എന്ന് പറയുന്ന ഫംഗസിൻ്റെ കണ്ടാമിനേഷൻ. സോ ഇത് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കീറ്റോണിക് റാൻസിഡിറ്റി ഉണ്ടാകുന്നത്. ഇവിടെ കീറ്റോൺസ്, ഫാറ്റി ആൽഡിഹൈഡ്സ്, ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആൻഡ് ഫാറ്റി ആൽക്കഹോൾസ് ആർ ഫോം. സോ ഇവിടെ ഫോം ചെയ്യുന്നത് കീറ്റോൺസ്. നമ്മൾ നേരത്തെ ഓക്സിഡേറ്റീവ് ആകുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞായിരുന്നു പെറോക്സൈഡ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, ഡൈകാർബോക്സിലിക് ആസിഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ റാൻസിഡ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട്. ഇവിടെ കീറ്റോണിക് റാൻസിഡിറ്റി ആകുമ്പോഴത്തേക്ക് ഇവിടെ ആസ്പെർഗില്ലസ് എന്ന് പറയുന്ന ഫംഗസിൻ്റെ കണ്ടാമിനേഷൻ കാരണം റാൻസിഡ് ആവുന്നതാണ്. സോ ഇവിടെ എന്തൊക്കെ ഫോം ചെയ്യും? കീറ്റോൺസ്, ഫാറ്റി ആൽഡിഹൈഡ്സ്, ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആൻഡ് ഫാറ്റി ആൽക്കഹോൾസ് ഫോം ചെയ്യും. മോയ്സ്ചർ ആക്സിലറൈസ് കീറ്റോണിക് റാൻസിഡിറ്റി. ഇവിടെ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുന്നതനുസരിച്ച് എന്താവും?
ഈ ഫംഗസിൻ്റെ വളർച്ച കൂടും. ഇനി എഫക്ട്സ് ഓഫ് ഫാറ്റ് ഡെഫിഷ്യൻസി ഓൺ ഹ്യൂമൻ. ഇനി ഫാറ്റ് ഇല്ലെങ്കിലുള്ള പ്രോബ്ലംസ് ആണ്, അതായത് സ്കിൻ പ്രോബ്ലംസ്. ഫാറ്റ് ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ് സ്കിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. വെൻ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആർ മിസ്സിംഗ് ഫ്രം അവർ ഡയറ്റ് ഇറ്റ് ക്യാൻ കോസ് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകും. എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഡെഫിഷ്യൻസി ഇൻക്രീസ് ദ ലോസ് ഓഫ് വാട്ടർ ഫ്രം യുവർ സ്കിൻ which result in dry scaly rash. സോ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ എന്ത് ചെയ്യും, വാട്ടർ ലോസ് കൂടും. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ നിന്നും വാട്ടർ പോയി സ്കിൻ ഡ്രൈ ആയിട്ട് ചുരുങ്ങി ഒരു മീൻ്റെ ചെതുമ്പൽ പോലത്തെ ഒരു സ്കെയിലി റാഷസ് പോലെ ബോഡിയിൽ കാണും, ഒരു ഡീഹൈഡ്രേഷൻ രീതിയിൽ കാണും. ദിസ് ടൈപ്പ് ഓഫ് ഡെഫിഷ്യൻസി ക്യാൻ ഓൾസോ മേക്ക് ഇറ്റ് ഹാർഡർ ഫോർ യുവർ വൂണ്ട് ടു ഹീൽ. സോ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ അത് ഉണങ്ങാനും പാടായിരിക്കും. ഇനി എഫക്റ്റ് ഓഫ് ഫാറ്റ് ഡെഫിഷ്യൻസി ഓൺ ഹ്യൂമൻസ്. സോ കൊഗ്നിറ്റീവ് പ്രോബ്ലംസ്, അതായത് EPA ആൻഡ് DHA ആർ എസെൻഷ്യൽ ഫോർ ബ്രെയിൻ. സോ ഹോർലിക്സിൻ്റെയൊക്കെ പരിസ്ഥിതി കേട്ടിട്ടുണ്ടല്ലേ, DHA എന്നൊക്കെ പറഞ്ഞ്. സോ ഈ DHA ആൻഡ് EPA ഒക്കെ എന്തിനാണ്, നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് ആവശ്യമുള്ള കാര്യമാണ്. സോ അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല. നോട്ട് ഹാവിങ് ഇനഫ് DHA മേ റിസൾട്ട് ഇൻ ലേണിംഗ് ഡെഫിസിറ്റ്സ് ആൻഡ് ഇൻക്രീസ് ദ റിസ്ക് ഫോർ സെർട്ടൻ ടൈപ്പ് ഓഫ് ഡിമെൻഷ്യ. സോ പ്രോപ്പറായിട്ടുള്ള DHA ഒന്നും ഇല്ലെങ്കിൽ അത് ലേണിംഗ് ഡെഫിസിറ്റ്, ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിൽ പഠിക്കാനുള്ള വൈകല്യങ്ങൾ, അതുപോലെ ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ കാരണമാകും. ദി എഫക്റ്റ് ഓഫ് ഫാറ്റ് ഡെഫിഷ്യൻസി ഓൺ ഹ്യൂമൻസ്, വിഷൻ പ്രോബ്ലംസ് ഉണ്ടാവും. അതുപോലെ EPA ആൻഡ് DHA ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് റെറ്റിന. നമ്മുടെ റെറ്റിനയുടെ ഒരു പാർട്ടാണ്, കമ്പോണൻ്റാണ് EPA ആൻഡ് DHA എന്ന് പറയുന്നത്. സോ അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ വിഷൻ പ്രോബ്ലംസ് ഉണ്ടാവും. DHA ഹെൽപ്പ് ഫോം ദ പിഗ്മെൻറ്റ് റോഡോപ്സിൻ വിച്ച് യു നീഡ് ഫോർ യുവർ ബ്രെയിൻ ടു ടേൺ ദ ലൈറ്റ് ഹിറ്റിംഗ് യുവർ റെറ്റിന ഇൻറ്റു ഇമേജ് UC. സോ DHA ആണ് എന്തിന് സഹായിക്കുന്നത്, റോഡോപ്സിൻ എന്ന് പറഞ്ഞ പിഗ്മെൻറ്റിൻ്റെ ഫോർമേഷന് സഹായിക്കുന്നത്. ഇത് കാരണമാണ് നിങ്ങൾക്ക് റെറ്റിനയിൽ ഒരു ഇമേജ് വീഴുമ്പോഴത്തേക്ക് അത് കളറുള്ളതായിട്ടും, സോ അത് ഇമേജ് ആണെന്നൊക്കെ തോന്നുന്നത് എന്താണ്, DHA ഉള്ളത് കൊണ്ടാണ്. സോ അപ്പം ഫാറ്റ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വിഷൻ പ്രോബ്ലം ഉണ്ടാകും. ഇനി അതുപോലെ എക്സസ് ആണെങ്കിൽ എന്ത് ചെയ്യും, എഫക്ട്സ് ഓഫ് എക്സസീവ് ഫാറ്റ് ഇൻ ഹ്യൂമൻസ്. ഒബസിറ്റി, അതായത് ഒരുപാട് ഫാറ്റ് നമ്മൾ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും, അത് ഓവർ വെയ്റ്റ് ആയിട്ട് മാറും. അത് ഒരുപാട് കാർഡിയോവാസ്കുലർ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ആൻഡ് അതർ ബോഡി സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങിനെ കാര്യമായിട്ട് ബാധിക്കും. ഇനി എക്സസീവ് ഫാറ്റ് ഉണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷനും നടക്കാം. ഡയറ്റ് ദാറ്റ് ആർ ഹൈ ഇൻ ഫാറ്റ് ക്യാൻ എഫക്റ്റ് യുവർ ഡൈജസ്റ്റീവ് ഓർഗൻസ്. ഇഫ് എ ഡയറ്റ് ഈസ് ഹൈ ഇൻ സാച്ചുറേറ്റഡ് ഫാറ്റ് ടു ഡിറ്റർമൈൻ ഓഫ് യുവർ ഫൈബർ ഇൻടേക്ക് യു മേ ബിക്കം കോൺസ്റ്റിപ്പേറ്റഡ്. സോ നിങ്ങൾ ഒരുപാട് ഫാറ്റ് കഴിക്കുന്നു, പക്ഷേ ഫൈബർ കണ്ടൻറ്റ് കുറവാണ് കഴിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കാം, കോൺസ്റ്റിപ്പേഷൻ സംഭവിക്കാം. അടുത്തയാണ് അതെറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. കൺസ്യൂമിങ് എ ലോട്ട് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ് എഫക്ട്സ് യുവർ ബ്ലഡ് കൊളസ്ട്രോൾ ആൻഡ് ആർട്ടീരിയൽ ഹെൽത്ത്. വെൻ ബ്ലഡ് കൊളസ്ട്രോൾ റൈസസ് ആർട്ടീരിയൽ ബ്ലീഡിംഗ് ആൻഡ് ഡാമേജ് ക്യാൻ ഒക്കർ ദാറ്റ് എൻകറേജ് ദ ബിൽഡപ്പ് ഓഫ് എ പ്ലാക്ക് ഓൺ ആർട്ടറി. സോ ഒരുപാട് നമ്മൾ ഫാറ്റുള്ള ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലഡ് കൊളസ്ട്രോൾസ് ലെവൽ കൂടും. അത് എന്ത് ചെയ്യും, നമ്മുടെ ആർട്ടറീസിലൊക്കെ പോയി ഇങ്ങനെ ബ്ലോക്കായിട്ട് ഇങ്ങനെ അടിഞ്ഞ് കിടക്കും. ബ്ലഡ് കൊളസ്ട്രോൾ റൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആർട്ടറീസിനെ ബ്ലോക്ക് ചെയ്തിട്ട് ആർട്ടറി വോൾസ് എന്ത് ചെയ്യും, ചുരുങ്ങി പ്ലാക്കായിട്ട് നിൽക്കും. അപ്പം ബ്ലഡ് ഫ്ലോ ചെയ്യാനുള്ള ഒരു പാർട്ട് എന്ത് ചെയ്യും, കുറയും. സോ ആ ഒരു അവസ്ഥയാണ് നമ്മൾ അതെറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എക്സസീവ് ഫാറ്റ് ആണെങ്കിൽ ക്യാൻസർ വരാൻ ചാൻസർ ഉണ്ട്. ക്യാൻസർ സെൽസിൻ്റെ ഗ്രോത്തിനെ എന്ത് ചെയ്യും, ഇത് പ്രൊമോട്ട് ചെയ്യും. ഇനി റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് RD. ഫാറ്റിൻ്റെ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് ആണ്. ചിൽഡ്രൻസ് ആണെങ്കിൽ 10 to 18 ആണെങ്കിൽ 22, 1 to 9 25, ലാക്ടേറ്റിംഗ് ആണെങ്കിൽ 45, പ്രഗ്നൻറ്റ് വുമൻ 30, അഡൾട്ട് വിമൻ 20, അഡൾട്ട് മാൻ 20.